ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഞാൻ ലിബിനുള്ള സർദാർജിയുടെ കളിയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സത്യസന്ധമായ വാർത്ത പറയാം. നമ്മുടെ ഗിയർ ബോക്സും ക്ലച്ചും പോയി. അങ്ങനെ അത് തന്ന ഗിയർ ബോക്സ് ഏറ്റവും ചെറിയ പൈസയുടെ ആയിരുന്നു. അത് ഇതിന് സൂട്ട് ആവില്ല ഗൈസ്. അതായത് സിവിലിയൻ ഗാഡിയുടെ ക്ലച്ചാണ് തന്നത്. നമുക്ക് വേണ്ടത് 4 ഫിംഗർ ക്ലച്ചാണ്. ഫൈനലി 25,000 രൂപയുടെ ക്ലച്ച് മേടിക്കാതെ ഈ വണ്ടി ഇവിടുന്ന് അനുകൂലമാണെന്ന് സർദാർജി കോഹ്ലിയോട് പറഞ്ഞു. അങ്ങനെ ആകെ സർദാർജി തെറിയും ബഹളമൊക്കെ ലാസ്റ്റ് തരാൻ സമ്മതിച്ചു. കോഹ്ലിനെ തുമ്പി വിളിച്ചു. അങ്ങനെ എല്ലാം കൂടെ ലാസ്റ്റ് ഇപ്പോൾ 25,000 രൂപയുടെ ക്ലച്ച് മേടിക്കാണ്ട് 25,000 രൂപയുടെ ക്ലച്ച് മേടിക്കാൻ പോയിട്ടുണ്ട്. 10,000 രൂപയുടെ ക്ലച്ചായിരുന്നു നമ്മുടെ വണ്ടി കിട്ടത്. ഗൈസ് നോക്കൂ, അങ്ങനെയാണ് സംഭവങ്ങൾ. ഇനി എന്തൊക്കെയോ സമ്മതിക്കുള്ളൂ. ക്ലിയർ ചെയ്യണം. അതായത് ഇപ്പൊ എല്ലാരും പറയും നിങ്ങൾ എച്ചികളല്ലേ ആദ്യം തന്നെ അത് വെക്കത്തില്ലെന്ന് ചോദിക്കും. ഈ സാധനം ഫുള്ളായിട്ട് നമ്മൾ വാങ്ങിയ വണ്ടിയാണ്, അവർ വെച്ച് തരണം. അതെ, അതാണ് അതിന്റെ സംഭവം. അല്ല ലിബി, നമ്മുടെ വണ്ടിയുടെ എന്തോ സാധനത്തിന് അളവെടുക്കാണ്ട് സർദാർജി പോവാണ്. അപ്പോൾ സർദാർജി കൂടുതൽ ഇപ്പോൾ എനിക്ക് പോകണം അങ്ങോട്ട്. അപ്പോൾ അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് വരണം. ഇന്നലെ ഞാൻ തട്ടിയത് ഈ വണ്ടിക്ക് കേട്ടോ. അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. കുറേ തെറി വിളിച്ചു, അതൊക്കെ ഞങ്ങൾ കേട്ടു. കാലേ വീണു. ഇത് കണ്ടോ, എൻ്റെ പച്ചപ്പെയിൻ്റെ ഇത് ഇവിടെയും കൊണ്ടു. പുള്ളി ലാസ്റ്റ് മാപ്പൊക്കെ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും വകുപ്പില്ല. ലിബിന് ആദ്യം മാപ്പ് പറഞ്ഞു. ഞാൻ കാറിൻ്റെ ബാക്കോട്ട് പുള്ളിക്കാരനെ വിളിച്ചു. അതായത് ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധം. അപ്പം സർദാർജി ഇടപെട്ടു സംഭവത്തിൽ. സർദാർജി ഇടപെട്ടത് കൊണ്ട് കാര്യങ്ങൾ തീർന്നു. അല്ലേ കയ്യിൽ നിന്ന് നല്ല പ്രഷറായിരുന്നു. ഞാൻ പറഞ്ഞു ജി ഒരു മിനിറ്റ് എനിക്ക് കാര്യം പറയണം. ഞാൻ കാലേ വീണ് സോറി ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയത്. അപ്പോൾ അയാൾ അതായത് ഇന്നലെ ഇവിടെ ഒരു ട്രക്ക് കിടപ്പുണ്ടായിരുന്നു. ഒരു കള്ളപ്പുണ്ട ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആകെ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തതാണ്. പക്ഷെ അത് ഇച്ചിരി കൂടിപ്പോയി ഒടിഞ്ഞപ്പം. അത് വേറെ ഒന്നും അല്ല, അതിന് സൈഡ് ഗ്ലാസ് ഇല്ല, സൈഡിൽ ഒന്നും കാണാൻ പറ്റും. പിന്നെ ഗ്ലാസ് ഇല്ല, എനിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. ഗ്ലാസ് വെക്കണം. പറ്റുമെങ്കിൽ അതിന് സാധനം ഇന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ അല്ല ഇപ്പോൾ സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സാധനം എടുത്തിട്ട് യെസ്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും സർദാർജി വരട്ടെ ഗൈസ്. ഫൈനലി നമ്മുടെ ക്ലച്ച് മാറുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നം. ഇനിയും എയറിൻ്റെ നിൽക്കുന്നില്ല. എയർ സ്റ്റോക്കായിട്ട് അതിൻ്റെ സിലിണ്ടറിൽ നിൽക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പ്രശ്നം വെച്ചാൽ കുറച്ച് പൈപ്പുകൾ മാറാറുണ്ട്. ഗിയറാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ബാക്കിയൊക്കെ വണ്ടി ഓടിക്കാണല്ലോ. എന്താ രസം എന്നറിയാമോ? അതായത് ഒരു സെറ്റപ്പാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി. പക്ഷേ അത് 4-ലും 5-ലും 6-ലും മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ഇടാനേ പറ്റില്ല. ഇട്ടിട്ട് പല്ലൊക്കെ പോയാൽ ദൈവത്തിനറിയാം. അതായത് ഇപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഓൾ പൈപ്പ് ക്ലച്ച് എയർ അല്ല എന്നുള്ളൊരു ധാരണയിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പറയാം എങ്ങനെയാണെന്നുള്ളത്. ക്ലച്ച് എയർ അല്ല, സാധാ നോർമൽ ആണോ? നോർമൽ മറ്റേ ഗിയർ ബോക്സ് ആണ്. തന്നേൽ വീണ്ടും എന്തോ വിഷയം പറ്റി അല്ലേ? തന്നയിൽ മൊത്തം ഗൈസ് നോക്കൂ, തന്നേൽ എന്തോ ഒരു വിഷയം പറ്റി. എയർ എന്ന് പറഞ്ഞാൽ തന്നെ, പക്ഷെ അത് എയർ ക്ലച്ച് അല്ല കേട്ടോ. അതായത് ഇവിടെ ആരുമില്ല കേട്ടോ. ഇനി ഞാനാണ് നോക്കാനുള്ളത്. അപ്പം ലിബിൻ പോവുക. പോയിട്ട് വരാം. തന്നോളൂ. ഞാൻ 2 ഗ്ലാസും മറ്റേ സാധനം എടുത്തിട്ട്. എന്നെ എടുക്കാൻ പോകുന്നതെന്ന് വല്ലതും അറിയാമോ? ഗൈസ് എന്നെ എടുക്കാൻ പോകുന്നത് എനിക്കും അറിയത്തില്ല കേട്ടോ. എന്തൊക്കെ അളവൊക്കെ എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പോവുകയാണ്. അപ്പോൾ ഒരാൾ ഇവിടുത്തെ ഒരു പണിക്കാരൻ ഓൾറെഡി ഇങ്ങനെ ക്ലച്ച് മേടിക്കാൻ വേണ്ടി ജയ്ക്കോയിൽ പോയേക്കുക. അതായത് ആ പ്രാഗ് ഹോട്ടലിൻ്റെ അവിടെ നമ്മൾ താമസിക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് സാധനം എടുത്തിട്ട് ഇപ്പോൾ വരും. ലിവിങ് ഗ്ലാസ് കൊടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പോയിട്ട് വരട്ടെ കേട്ടോ. ഗൈസ് ഇനി സാധനങ്ങൾ വന്ന് പണിത് തുടങ്ങി ഏകദേശം ഒരു വൈകുന്നേരം ഒരു 3 മണിയാവും പണി തീരുമ്പം. ആ 3 മണിയായെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് വണ്ടി വീണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് സംഭവം ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ ചെറിയ പരിപാടികളുള്ളൂ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ലിബിനെത്തി. ലിബിൻ പോയിട്ട് എന്തൊക്കെയാണ് എടുത്തോണ്ട് വന്നത്? അതായത് ഒരു ഗ്ലാസ് വെക്കാനുള്ള സാധനവും വേറെ ഒന്നും എടുത്തുകൊണ്ട് വന്നില്ല. 2 സാധനം ഊരി അത് കൊള്ളൂലായിരുന്നു, അവിടെ തന്നെ വെച്ചിട്ട് വന്നു. പുതിയ സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ കുറെ സാധനം ഊരി ഇതൊന്നും കൊള്ളൂല നമുക്ക്. ഒന്നും കൊള്ളൂല. ഇനി വേറെ വണ്ടി വരണം. ഞാൻ പറഞ്ഞ എടുക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇനി വേറെ വണ്ടി വന്നാൽ സാധനം കിട്ടും. അതായത് ഊരി അവിടെ ഇട്ടാക്കുന്ന ഒരു സാധനം എടുത്താൽ എല്ലാം പോയതാ. അതായത് എടുത്താൽ മാറ്റി ഇപ്പുറത്തെ സൈഡ് വെച്ചാക്കുന്നില്ല, അത് മാത്രം നല്ലുള്ളൂ. ഗൈസ് ഇവൻ പോയിട്ട് 2 മിറർ മേടിച്ചു. എത്രയാണ് മിററിന്? 240 രൂപ. ഓ, അത്ര പൈസ കുറവാ? ഇത് കോഹ്ലിയുടെ ഫ്രണ്ടിലുള്ള കട. 240 രൂപ. പിന്നെ എന്നെ പുള്ളി തന്നെ പറഞ്ഞേ വേറെ ഒന്നുമില്ല. കമ്പിയോ? കമ്പി അവിടെ നിന്ന് മറ്റേ വേറെ വണ്ടി ഊരിക്കൊണ്ട് വന്നു. നമുക്ക് അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡും കൂടി. താഴത്തേയും കൂടെ വേണം. സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. താഴത്തേയും കൂടെ എന്തായാലും വെക്കണം. ഈ കണ്ണാടിയില്ല പറ്റില്ല കേട്ടോ. കാരണം ഇന്നലെ ആ വണ്ടിക്കിട്ട് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നല്ലേ. ആ വണ്ടി പുള്ളി അടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. മാറ്റി ബേക്കോട്ടിട്ടു. സർദാർജിയുടെ ഫോൺ എടുത്ത് കൈ കൊടുത്തു കേട്ടോ. ഞാൻ ആരെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തല ഇരിക്കല്ല ഗൈസ്. എന്തൊരു സന്തോഷം അല്ലേ ഗൈസ്. അതായത് നമ്മൾ നേരെ പോവാണ്. നമ്മുടെ വണ്ടിക്ക് പറഞ്ഞ സാധനങ്ങളൊന്നും നല്ലതല്ല. ആ പുത്തൻ ക്ലച്ചിന്റെ കാര്യം ഇതൊരു തീരുമാനമായിട്ടില്ല. ഉള്ള ക്ലച്ചിലൊന്നും സാധനം ഓടൂല കേട്ടോ. പൈസ കൊടുക്കൂല ഗൈസ്. ഇവർ പണിയട്ടെ, പണിത് കഴിഞ്ഞ് എന്നാ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് എന്തായാലും ഗിയർ വീഴത്തില്ല കേട്ടോ, 100% ഉറപ്പാണ്. പിന്നെ ഇപ്പോൾ എയർ ക്ലച്ചാണ് വെച്ചാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എയർ ക്ലച്ചാണെന്ന് സംശയമുണ്ട് കേട്ടോ. കാരണം ഇവർ പറയുന്ന എയർ അല്ല, നോർമലാണെന്നുള്ളതാണ്. പക്ഷേ വെച്ചാക്കുന്ന ക്ലച്ച് അതാണ്. പക്ഷേ അതിൻ്റെ സാധനങ്ങൾ
വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇങ്ങനെ ബൂസ്റ്ററൊന്നും ഇല്ല ഇതിന്. ബൂസ്റ്ററൊക്കെ വെച്ചാലേ എയർ ക്ലച്ച് ആവുള്ളൂ. ഗൈസ് ഇപ്പം അടുത്ത് തന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് 4x4 സാധനം വരുവാ. 4x4 എന്തോ ഇതല്ല നീ ഇപ്പം പോയിട്ട് കൊണ്ടുവന്ന ഈ രണ്ട് സാധനം. ഈ രണ്ട് സാധനം എനിക്ക് തോന്നുന്നു 4x4 ഇതിന് ചെറുതാണോ തോന്നുന്നത്, ചെറിയ സാധനം. ആ ചെറിയ സാധനം വലിയ സാധനം ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി നോക്കുക. സൗണ്ട് ഉണ്ടായിരുന്നു, ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നല്ലോ ഓടുമ്പോൾ. എന്തായെന്നുള്ളത് ദൈവത്തിന് ഇവർ തന്നെ മടുത്തു കേട്ടോ. ഇതിന് വേറെ പ്രശ്നമുണ്ട്, ഇത് കണ്ടോ ഈ സാധനം. ശുഭക്കാനാ अभी 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 कॉल करेगा उधर. यार सामान दे दो फिट करेंगे. हाँ गियर बॉक्स उसी के साथ क्लच क्लच सारा कुछ उसी का दे दो. हाँ मैं बोलेगा. हाँ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കണ്ട നല്ല സാധനമാണ്, ഗിയർ ബോക്സ് ക്ലച്ച് എല്ലാ സാധനവും നല്ലതാണ്. അത് ചോദിക്കുമ്പോൾ തരുന്നില്ല. എന്നാ പറയുന്നത്? അത് ചോദിക്കുമ്പോൾ പറയുന്നത് പണിക്കൂലി നമ്മൾ കൊടുക്കുന്നു, ഇത്ര മാറ്റിയല്ലേ. അപ്പൊ നമ്മുടെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ കുഴപ്പമില്ലല്ലോ. അതായത് ഞാൻ തുമ്പിയോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറ്റൂല, പണി കൊടുത്തോളാം. അപ്പോഴോ അപ്പൊ ഇവരും ഞാൻ ഇയാളെ കൂട്ടിക്കൊണ്ട് വന്നു. എന്തിനാ പഴയ സാധനം കേട്ടുന്നത്, നമ്മൾ വഴി കിടക്കാനോ. ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ വഴിയിലായിപ്പോ, ഞങ്ങൾ ഇയാളോടെ പറഞ്ഞു വഴിയിലായിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അതപ്പം പറയുന്നത്. സംസാരിക്കട്ടെ. ഇതിനൊക്കെ ലോക്ക് പിടിപ്പുണ്ട്, ഇല്ലേ കള്ളന്മാർ എണ്ണയും കൊണ്ട് പോകും. ഇതിപ്പോ ആകെ ഇതിൽ നിൽക്കുകയാണ്. അതായത് ഇവര് പറയുന്നത് ഒന്ന്, സർദാർജി പറയുന്നത് വേറൊന്ന്, മൊത്തത്തിൽ വട്ട് പിടിച്ചിരിക്കുക, സാധനം ഇട്ട് ശരിയാവുന്നില്ല. ഇത് കണ്ടോ എന്നാ ഇതാണ് കണ്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെ സാധനം വരും. ഇതിന്റെ ബൂസ്റ്ററാണിത്. ഇതിൽ കൂടിയാണ് ആ എയറിന്റെ സാധനമൊക്കെ പാസ്സായി പോകുന്നത്. ഇത് കണ്ടോ സാധനം കണ്ടോ, ഇത് പുതിയ, ഇതാണ് നമുക്ക് വേണ്ട സാധനം. താത്തിക്ക് നമുക്ക് തന്നത് ഇത് കൂട്ട്. നീ കാണിച്ചേ, തുടച്ചിട്ട് എടുക്കുവാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കാണാം. ഇതുണ്ടോ കറക്റ്റ്, ഒന്നുമില്ല, ഇതൊന്നും ഇല്ല നമുക്ക് തന്നേനോ, ഇതൊന്നും ഇല്ല നമുക്ക്. അതൊക്കെ ഇതിന്റെ ഇച്ചിരി കൂടെ കൂടിയത്, സാധാ ഫ്രൂട്ടിന്റെ തന്നെ ഇച്ചിരി കൂടിയത്, വേറല്ല. കൺഫേം ചെയ്യാൻ പറ്റാ വന്നിട്ട്. അതിന് ഞാൻ പറഞ്ഞു അവർ വരുമ്പോ എനിക്കിപ്പം വരാൻ സമയമില്ല, ഇച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഇന്നലെ വരാന്ന് പറഞ്ഞല്ലേ, ഇത് വന്നില്ലല്ലോ. നമ്മൾ എത്ര ദിവസമായി, 15 ദിവസമായി നമ്മളിവിടെ भैया वेट करो वो बात करेगा, फिनिश करेगा, काम करेगा. नहीं है ना डबल काम है ना. അതെ നല്ല നിൽക്കും അവർ പണിയുന്ന പണിയിട്ട്, അവരതല്ല പണിയുന്നത്, വേറെ പണി. ഇവനെ ക്ലച്ചില്ല, ക്ലച്ച് തന്നിട്ടില്ല. ഒരു ബാറ്ററി ഒക്കെ മൂടി വെച്ചായിരുന്നല്ലേ ഇന്നലെ. ക്ലച്ചില്ല, ക്ലച്ച് ഇന്നലെ പോയി പണിയെടുക്കാൻ നമ്മൾ ഊരാൻ മറ്റേ സാധനം 25,000 എന്ന് പറഞ്ഞു. നമ്മളത് പുതിയതായിരിക്കും എന്ന് പറഞ്ഞാൽ വേറെ വണ്ടിയുടെ 3 വണ്ടിയുടെ ക്ലച്ച് ഊരി വയ്ക്കും, 3 കായ. അപ്പോൾ അതിനകത്ത് ഓരെണ്ണം നല്ലതുണ്ട്, അത് തന്നിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. നല്ല ഷാഹ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്നെ ചെയ്യാൻ പറ്റും, അവർ സംസാരിച്ച് നീ ക്ലിയർ ആക്കട്ടെ. ഫോൺ ഇത്ര ഇട്ടിട്ടും ഈ വണ്ടിയുടെ ബാക്കി എല്ലാം ഓക്കെ ആട്ടെ. ഇനി കുറച്ച് ഇതുണ്ട്, ഇവിടെ എഞ്ചിൻ ഇങ്ങോട്ട് പോകുന്ന കുറച്ച് പൈപ്പുകൾ, കുറച്ച് സംഭവങ്ങൾ. ഈ പൈപ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ ഇട്ട് ജോയിൻറ്റ് ചെയ്യില്ല, പുത്തൻ പൈപ്പുകളെല്ലാം ഇടുന്നത്. ഇതെല്ലാം നാട്ടിൽ ചെന്ന് പണിയെടുക്കാനുണ്ട് കേട്ടോ. അതായത് റണ്ണിങ് ആക്കി തരും, അതാണ് സംഭവം. അല്ലാതെ കുറേയൊന്നും പുതിയൊന്നും എടുത്തില്ല. ഈ പൈപ്പുകളാണേലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് മാത്രമേ വണ്ടിക്ക് പുതിയത് ഇട്ടാക്കുന്നത്. പിന്നെ എന്നാ കട്ട് ഓഫ് സ്വിച്ചോ അല്ല മറ്റേ ഇത് ഓഫ് ഓൺ സ്വിച്ച്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താക്കുന്നത്, വേറെ ചെയ്തിട്ടില്ല. ഇതുവരെ ഇനി തീരുമാനമല്ല. അവൻ വരട്ടെ, അവൻ എന്നാ പറയുന്നത് നോക്കാമല്ലോ. വന്നിട്ട് പണിയെടുക്കുന്നത് അവൻ പറയുന്നത് 3 പ്രാവശ്യം കയറ്റി 4 പ്രാവശ്യം ഇറക്കിന്നുകൊണ്ട് കാര്യമില്ല, സാധനം ശരിയാണ്ട്. നമ്മുടെ അല്ലല്ലോ, സ്റ്റാർട്ടിങ് അല്ലല്ലോ പറഞ്ഞേ, ഗിയർ വീഴണ്ടേ അല്ലേ? ഗിയർ വീഴാതെ എങ്ങനെ ശരിയാവുക? വെയിറ്റ് ചെയ്യാം, വരട്ടെ, നീ പറഞ്ഞ പോലെ സംസാരിക്കാം. ഗൈസ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിക്ക് ഇടുന്ന സാധനങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചത് ഈ റണ്ണിങ് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന സാധനങ്ങൾ പുതിയതൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ നമുക്കറിയാം ഡിഫ്രഷനിലും മറ്റ് ഗിയർ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഴയത് ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക, അങ്ങനെ നമ്മൾ വിചാരിച്ചു. പക്ഷേ പിന്നെ ഈ ക്ലച്ച് അങ്ങനെ പൈപ്പുകൾ ഇതൊക്കെ പുതിയതിടുന്ന വെച്ചു. പക്ഷേ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലായേ, അത് പൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയുള്ള പൈപ്പ്, അതിൻ്റെ ഇത്ര ഭാഗം പ്രശ്നമുള്ള കട്ട് ചെയ്ത് കളയും, എന്നിട്ട് അതിൻ്റെ നടുക്ക് കട്ടിയും, എന്നിട്ട് വേറൊരു പൈപ്പ് വെച്ച് ജോയിൻ്റ് ആയിട്ട് അതിൻ്റെ മേളിലേക്ക് പൈപ്പ് വെച്ചിട്ട് അങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പണിയാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോർമൽ ക്ലച്ചാണ് വണ്ടി നമുക്ക് തരുന്നത്, അത് നമുക്കറിയാം, ശരിയാണ്. നമ്മൾ എയർ ക്ലച്ച് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കണം, അത് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എയർ ക്ലച്ച് എടുത്തു. പക്ഷേ എയർ ക്ലച്ച് എന്ന് പറഞ്ഞപ്പോൾ എയർ ക്ലച്ച് അല്ല, നോർമൽ ക്ലച്ച് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, പഴയ പൈപ്പുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റണം. പിന്നെ അതേപോലെ തന്നെ ഈ ഓയിൽ എന്ന് പറയുന്ന അവരുടെ കയ്യിലുള്ള ശുദ്ധീകരിച്ച ഓയിൽ, അല്ലാതെ നല്ല കമ്പനിയുടെ ഓയിലൊന്നും അല്ല, അപ്പോൾ അതൊക്കെ മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടി, ഇലക്ട്രിക്കൽ വർക്ക്, ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ ഇത് നമ്മളിവിടെ ഇപ്പോൾ നേരിട്ട് വന്നതുകൊണ്ട് നമുക്കിത് മനസ്സിലായി. ഇവരിതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ തട്ടിക്കൂട്ടി, അതായത് ഒരു ഇതാക്കി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു 10,000, 5,000, 6,000 കിലോമീറ്റർ ഓടിക്കാനുള്ള സെറ്റപ്പിലാക്കി തരും. ശരിക്കും അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ നാട്ടിലെത്തുമ്പോൾ ഓരോന്നായിട്ട് തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് പണിയുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും, എന്നാന്നുള്ളത് മനസ്സിലാവും. അത് നമ്മുടെ ദൈവാനുഗ്രഹം കേട്ടോ.
അത് നമ്മൾ പെട്ടുപോയേനെ. കാരണം വെച്ചാൽ ഒരു 10,000 കിലോമീറ്റർ 6,000 കിലോമീറ്റർ നല്ല പൈസ വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി കൊണ്ട് പൈസ കൊടുത്താൽ നമ്മൾ പുത്ത സാധനം മേടിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അവനെ വിളിച്ചിട്ടുണ്ട്. അവനിപ്പം പറയുന്നത് ഇനി ഗിയർ ബോക്സ് ഇറക്കണം, പൈസ കൊടുക്കണമെന്ന്. ഗൈസ് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ് കണ്ടീഷനാണല്ലോ പറഞ്ഞത്. അപ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആക്കി തരേണ്ട അവൻ്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ എന്താണ് പറയുന്നത്, എന്താണ് സംഭവം നോക്കാം. സർദാർ ഇനിയും ഗിയർ ബോക്സ് ഇറക്കില്ല. കാരണം പോയി നോക്കുന്ന എല്ലാം തല്ലിപ്പൊളി സാധനങ്ങളാണ്. അപ്പം അങ്ങനെ സാധനങ്ങൾ കയറ്റിയിട്ടിട്ട് കാര്യമില്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഇടുന്നത് തന്നെ. അതെല്ലാം റിപ്പയർ ചെയ്തൊക്കെ ഇടുന്നത്. എന്തായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് നടക്കാൻ പോകുന്നത് നോക്കാം. നോർമൽ ക്ലച്ചിൻ്റെ സിലിണ്ടർ ഇതാണ് നമ്മുടെ വണ്ടിക്കുള്ളിൽ കിടക്കുന്നത്. അവർ പറയുന്നത് ഇതല്ല, പിന്നെ എയറാണെന്നാണ് പറയുന്നത്. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി എനിക്കറിയില്ല. ഇവർ പറയുന്നത് ഇത് നോർമലാണ്, അവൻ പറയുന്നത് ഇത് എയറാണ്. ഇതാണ് ഇപ്പോൾ വണ്ടിക്കുള്ളിൽ കിടക്കുന്നത്. അവനൊന്ന് വന്നിട്ട് വേണം ഇത് കാര്യങ്ങൾ സംസാരിക്കാണ്ടില്ല. ഇതിങ്ങനെ വെറുതെ കുണൂണാ പറഞ്ഞ് സമയം പോവുള്ളൂ അല്ലേടാ ലിവിനെ. വെറുതെ എന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പോയി മനസ്സിലാക്കി. ഇവനൊന്നും പറയാനില്ല. അവനോട് വന്നിട്ട് അതിൻ്റെ സാധനം എന്തെന്ന് ചോദിച്ചാൽ മതി. എയറിൻ്റെ മറ്റേ ഇതില്ലേ സ്റ്റാർട്ടർ പോലത്തെ സാധനം എന്തെന്ന് ചോദിച്ചാൽ മതി. അവനെ അതിൻ്റെ അടി കയറ്റിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പം പറയും പഴയ വണ്ടിക്ക് ഇടാൻ വേണ്ടി പറ്റൂലെന്ന് പറയും. എല്ലാ വണ്ടിക്കും ഇടാൻ വേണ്ടി പറ്റും. പഴയ വണ്ടിക്ക് എന്തിടാൻ പറ്റൂല. അവൻ പറയും ആ സാധനം എയർ ക്ലച്ച് ആയെന്ന് ചോദിക്കണം. മനസ്സിലായോ? 2 കാര്യം ചോദിക്കണം. അതായത് അവിടെ എയർ ക്ലച്ച് തരുമോന്ന് ചോദിച്ചാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എനിക്ക് തന്നെ. അവനോട് എല്ലാം വ്യക്തമാക്കി കേട്ടോ. അല്ലെങ്കിൽ ഇവന് ഇവിടെ വന്നിട്ട് എല്ലാം ചെയ്തു തരാമെന്ന് പിന്നെ ഫോൺ വിളിക്കാൻ നേരത്തെ പറ്റൂലെന്ന് പറയും. ഞങ്ങൾ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു. കോവിലൂടത്തിൽ ഗോഡൗണിലേക്ക് പോവുകയാണ്. പ്രശ്നം പൊണ്ണിൽ പറഞ്ഞു തീർത്തു. അതായത് സംഭവം കമ്മ്യൂണിക്കേഷൻ എററാണ് സംഭവിച്ചത്. കമ്മ്യൂണിക്കേഷൻ എറർ സെറ്റപ്പ് ആക്കി. തുമ്പിനെ കൂട്ടി സംസാരിക്കും. മൈക്കും എടുത്തോ, മൈക്കും ചാർജറും എടുത്തോ, കൈ പിടിച്ച് വന്നിട്ട് പോയിട്ട് വരാം. എന്തായാലും കോവിലോടത്തിൽ പോവാം. ജാറേ ഇധർ से कितना दूर है? हाँ 2 मिनट. कितना दूर? यहाँ से ये साथ में तो है. अच्छा हाँ गाइस अब मैं उधर പോയേക്കാം. लिविना वैम बा उधर एक पेटी में है ना गुलेगा. हाँ है ना 8:30 और ट्रैक्टर में इधर आएगा. हाँ जी പോയേക്കാം. അപ്പം വന്നു ഇവൻ്റെ തല പൊളിഞ്ഞോട്ടോ നമ്മൾ. കാരണം സൂര്യം കൊടുക്കും ഞങ്ങൾ. കൈസ് അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു പോവാം കേട്ടോ. നേരെ നമ്മൾ ഇവരുടെ ഗോഡൗണിൻ്റെ അടുത്ത് എത്താറായി. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിലാണ് കറങ്ങി തിരിഞ്ഞ് നടന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ കറക്റ്റ് ഇവരോട് കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലല്ലോ. പിന്നെ അതെ, ഇപ്പോൾ കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ പരിപാടി പാളും കേട്ടോ. ഇപ്പം നമ്മൾ മനസ്സിലാക്കി പറഞ്ഞ് ലാസ്റ്റ് സംഭവം ശരിയാക്കി. അങ്ങനെ വേറൊരു കരാറിൽ ഞങ്ങൾ ഒപ്പിട്ടു. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറയാം. അപ്പോൾ നേരെ ഇവിടുന്ന് വേണം നമുക്ക് കയറാൻ വേണ്ടി. ഇതാണ് ഇവരുടെ ഗോഡൗൺ. दूसरा गाड़ी है ना एक गोडाउन में पेट्रोल पंप का साथ एक गोडाउन है ना आपका. हाँ जी इसमें स्टालिन है, उधर स्टालिन है. उधर क्या है? उधर क्या है? उधर छोटी मोटी जिनकी जैसे नॉन रजिस्टर्ड गाड़ियाँ. अच्छा नॉन रजिस्टर्ड. ഇതുണ്ട് ട്രാക്ടർ ഉണ്ട്. ഈ ട്രാക്ടറിന് നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ സർദാർജി ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. സർദാർജി इधर नहीं, वो दूसरे फोरमैन के पास गए हैं. वो आपकी गाड़ी का ना कोई क्लच का कोई इशू था, वो रिजॉल्व करवाने गए हैं. अच्छा गाइस അപ്പോൾ ഓരോരുത്തർ ഓരോ വഴിയിലാണ്. इधर आएगा वो इधर नहीं, इधर रिवर्स शॉप ही जाएंगे. अच्छा इधर से क्लच में और ट्रैक्टर में जाएगा. हाँ जी कितने बजे? वो लड़का लगा हुआ खोलने. हाँ कोई 1:30 1:45. ये कौन है आपका फ्रेंड है? नहीं फ्रेंड. ये सामान लेने के लिए आएगा. वो अभी कोई हिसाब के लिए आया है. अच्छा എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, നമുക്കറിയത്തില്ല ഗൈസ്. അപ്പം നമ്മൾ ഇനി ഇവിടെ ഈ അത് വരുന്നോളം വരെ വെയിറ്റ് ചെയ്യണം. നമ്മളൊരു വലിയൊരു സാധനം വരുന്നത് നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന ഉറപ്പിച്ചു കേട്ടോ. അതുപോലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ബന്ദ് ആക്കി. അരെ ബാബാ ഗൈസ് നമ്മുടെ പുള്ളിക്ക് ക്വാർട്ടർ മേടിച്ചു കൊടുക്കണമല്ലോ. ഓർക്കണേടാ ഈവനിങ് क्वार्टर दिएगा. सात आएगा. आओ अभी आएगा. 8 दिन हो गए क्वार्टर मेनू देने तो ये सेकंड नहीं बैंड है. नहीं वेट अभी एक गाड़ी जाएगा ना. आओ एक गाड़ी इसमें साथ आओ. हम कहीं नहीं जाता. ओके ठीक है 1 मिनट. ये चाचा है ना, चाचा का मैं दिएगा. कौन सा चाचा? ये अभी गाड़ी चल रही है ना मेरा गियर बॉक्स में, उधर जाएगा ना, इसमें मैं दिएगा. वो चाचा ही पी है बाहर नहीं होना है, पीछे होना है. लाइलैंड याबन എടുക്കാണ്ട് വന്നേക്കുന്നു. 1 मिनट चाचा का साथ दिएगा. ठीक है പറഞ്ഞു മനസ്സിലായില്ലേ? वो चाचा पी जाता है, उसको पूरा दे दो पी जाता हो. क्या करेगा आप आओ मेरे साथ. अगर गूगल पे नंबर है. എല്ലാത്തിനും ഞങ്ങൾ വശീകരിച്ച് വെച്ചേക്കും കേട്ടോ. തല പണി നടക്കുക. ഇവരെല്ലാം നമ്മളോട് വേറെ സാധനങ്ങൾ എന്ത് പറയാം, അത് എടുക്കരുത് ഇത് എടുക്കാവുള്ളൂ, മറ്റത് പെടും അതാ ഇതാന്നൊക്കെ പറയും. ഇപ്പം നേരത്തെ ഇവിടെ വന്നാ ഇപ്പം നേരത്തെ വന്നിട്ട് എന്താ സാധനം കൊടുക്കലെന്ന് പറഞ്ഞു. പിന്നെ ഇവൻ കയ്പായി മൊത്തം ഇതായി അഷ്ടി വിളിച്ച് അത് ഇതൊക്കെ പറഞ്ഞു. ഏതാടാ ഇപ്പൊ പ്രശ്നമാക്കി ഈ സാധനം കിട്ടി. ഇതാണ് നല്ലത്. ഇതിലെവിടെ എയറിന്റെ സിലിണ്ടർ എവിടെയാ? ഇത്
ഇതാണ് ഇപ്പം കയറ്റാൻ പോകുന്നത്. ഓ, ഇതാണ് സിലിണ്ടർ. ആ മറ്റേ നോർമൽ वो भी नया है, खाली उसका ना ये चीज बदला हुआ है, അച്ഛാ वो भी नया में है। അച്ഛാ. हुआ ना सेम। ഇതും കൂടെ കൂടി എത്രാമത്തെ പ്രാവശ്യം മാറ്റുന്നത്? 4. 4ആണോ? 4ാമത്തെ പ്രാവശ്യമാണ് ഇതും കൂടെ കൂട്ടി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ഈ സാധനം എന്തായാലും ഉറപ്പായിട്ടും ഈ സാധനം നല്ലതായിരിക്കും. എന്നാ വെച്ചാൽ ഈ എഞ്ചിൻ സെറ്റാക്കി വെച്ചാക്കുന്ന എഞ്ചിനാണ്. ഇതിന്റെ പേരെന്നാടാ? ഇത് ये नाम क्या है? लेलैंड हाँ अदे നമ്മൾ സെയിം मेरे को पता नहीं है आपको पता नहीं, मेरे को पता नहीं है आपको पता नहीं है. खाली हम लोग ये देख के बोलते हैं लेलैंड। लेलैंड हम 3 आमी सेम आमी सेम आदमी सेम है. मेरे को पता नहीं है ना, हम लोग ज्यादा इसमें नॉलेज नहीं रखते, मेरे को पता नहीं है. काम से मतलब है। हाँ ये लेलैंड है हमारे को पता है. ये लेलैंड हाँ लेलैंड എല്ലാവരും ഏകദേശം ഒരേപോലെ. ഇപ്പോഴാണ് പ്രശ്നം സോൾവ് ആയത്. ഞങ്ങൾ വലിയ ഡീൽ നടത്തി. അപ്പോൾ ഒരു ഇച്ചിരി സംഭവങ്ങൾ റെഡിയാക്കി. അപ്പം പിന്നെ അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഇതെല്ലാം അങ്ങ് പോയി. ഇതൊക്കെ ടർബോയുടെ എന്തോ സാധനം കേട്ടോ ലിവിനെ. टर्बो ടർബോ ഒക്കെ टर्बो का पंखड़ी। ആ പങ്ക പങ്കടി പങ്ക. आप पंखा बोलते हम पंखड़ी बोलते हैं इसको। അച്ഛാ അപ്പോൾ ഇന്ന് വണ്ടി ഓടിക്കലുണ്ടാവില്ല കേട്ടോടാ. बाबू आओ काम गाड़ी के साथ आओ. अभी ये पहले खोलना है, पहले काम। हाँ कोयो उसका एक कोल का बात मेरे को साथ आओ. मैं अब ये आएगा मजा करेगा. ये देखो मैं एक छोटा वाला ये सरदार जी के दिए गए ना. बहुत कुछ सरदार ये बहुत कुछ खाता है ये। अच्छा मॉर्निंग और इवनिंग आता है ना. जो मिल रहा है इसको, जो मिल रहा है। 600 വിളിക്കാനും കുടിക്കും. ये गाड़ी नया था, हाँ इसको भी पलटी मार दिया था अपने के जैसे कर दिया। क्या करेगा लास्ट सरदार क्या बोलेगा, मालिक क्या बोलेगा. मालिक क्या है, गाइस अभी कूलेगा. വണ്ടി മറിച്ചു കളഞ്ഞു. खाना का खाई दिया खत्म. 1:30 ആയിട്ടോ സമയം. എന്റെ ശക്തമായ ഇടപെടൽ കാരണം. അല്ല കുമ്പിയാനല്ലടാ. ഞാൻ ഇവിടെ വന്നാലും രക്ഷപ്പെട്ടില്ലേ. അതെന്നെ സംബന്ധിച്ചാൽ അവനെ കാണിച്ചു കൊടുത്തോണ്ട് രക്ഷപ്പെട്ടു. ഏ കോൺസാ गाड़ी का टाटा का. ये टाटा का 2.5 टन का। ओ इधर टाटा इंजन कितना सिलेंडर है? ये 6 1 2 3 4 5 6 6 6 है ना. ये 6 है ना. എഞ്ചിൻ നല്ല ഹെനോ. പക്ഷേ ഇത് കുമിൻസ് എഞ്ചിനാണ്, ഇത് ഹെനോ എഞ്ചിനാണ്. പക്ഷെ എപ്പോഴും ഹെനോ എഞ്ചിനാണ് മെയിൻ്റെനൻസ് കൊടുക്കുക. കാരണം ഇത് ജപ്പാൻ എഞ്ചിനാണ്, ഇത് അമേരിക്കൻ എഞ്ചിനാണ്. പിന്നെ ഇവിടെ അമേരിക്കൻ എഞ്ചിനുണ്ട്, ജർമ്മൻ എഞ്ചിനുണ്ട്, ചെക്ക് റിപ്പബ്ലിക് എഞ്ചിനുണ്ട്, യൂറോപ്യൻ എഞ്ചിനുണ്ട്, അങ്ങനെ കുറേ എഞ്ചിനുണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാ എഞ്ചിനും ഉണ്ട്. എടാ ഇതാടാ ടയർ. ഇവനെ ടയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് കേട്ടോ. 20 മുന്നോട്ട് എടുക്കണമെന്ന് പറഞ്ഞു. 20 മുന്നോട്ട് ടയർ എടുക്കണം. മറ്റൊരു കൊണ്ടുപോയ ടയർ പോയി, ടയർ വിണ്ടുപോയി, വിള്ളൽ വീണ് ഇങ്ങനെ. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് ശരിയാക്കണം. പിന്നെ ക്യാബിനിൽ മറ്റേ ഷീറ്റ് മറ്റേ ഇതടിച്ച് സെറ്റപ്പ് ആക്കിയിടണം. കിടക്കാൻ പാടാണ്. അവരങ്ങനെ കിടക്കുന്നുണ്ട്, ഒരാൾ ബേക്കിലും ഒരാളിങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമുക്ക് ഇതടിപ്പിക്കാം. മറ്റേ ഒരു കേസ് പറയാം. ഇപ്പോൾ തക്കാലം ആ ഫ്രണ്ട് സീറ്റ് എടുത്തിട്ട് ബേക്കോട്ട് വെക്കുക. അങ്ങനെയല്ല, നീ പറയുന്നത് കറക്റ്റല്ല. അതായത് മറ്റേ ഗിയർ ബോക്സ് ഇരിക്കുന്ന ആ സാധനമില്ലേ, ആ ഗിയർ ബോക്സിന് അതിനകത്ത് മാത്രം ഒരു ഇതടിക്കുക. എന്ത് റെക്സിന് അടിച്ചില്ല, ആ കുഷിന് അടിച്ചില്ല. അപ്പോൾ ഓക്കെ വല്ല അങ്ങനെ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം പുള്ളിക്ക് ഇനിയും പിന്നെ ഇത് മേടിച്ച് കൊടുക്കാൻ. ഇപ്പം 2 ആയില്ലേ. പിന്നെ ഈ സാധനത്തിന് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ലാഡറിന് മറ്റേ അവർ ഇതിൻ്റെ 1000 രൂപയ്ക്ക് എല്ലാം കിട്ടിയാലോ വീട്ടിലേക്ക് ഉണ്ടാവില്ലേ. ആ ലാഡർ ചോദിച്ചു ചോദിക്കാം. ചെറിയ പൈസക്ക് കിട്ടുവാണെങ്കിൽ ആ ലാഡർ എടുക്കുക, വെഹിക്കിലോട്ട് ഇടുക. കരോ आपका क्वार्टर पक्का पक्का करो करो. अभी साथ आओ. साथ आएगा मैंने इसका फिनिश करेगा, मेरे साथ आओ. अभी 10 मिनट है, ओनली 10 मिनट. 10 मिनट में अब रजनी है. मतलब रेस्ट का 10 मिनट है अभी. 10 मिनट बाहर कर. ओ प्रॉब्लम नहीं है ना. अब रेस्ट करो. ओ खाना का साथ 10 मिनट पूरे आदमी के. 8:45 अंदर आते हैं, 5:30 गेट के बाहर जाते हैं. टाइम गलत नहीं करना. ड्यूटी पक्का. ठीक है. പുള്ളൻ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യും. ഭക്ഷണം കഴിച്ചിട്ട് അവന് 10 മിനിറ്റ് സമയമുണ്ട് റെസ്റ്റിന്. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ തൊട്ടാ വരുന്നത് ഭയ്യ? കിധർ മേ കരേഗാ, ഇസ്മേ കരേഗാ, ഇധർ മേ. ഇതിൻ്റെ ടെർബോ പിന്നെ TL എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേട്ടോ. ഇതെല്ലാം ഓരോ കമ്പനിയുടെ. മറ്റേ വണ്ടി നമ്മൾ പറഞ്ഞ അതിന്റെ സിലിണ്ടർ എത്രയാണെന്നും കൂടെ ഒന്ന് അന്വേഷിച്ചേ. അതിനടിയാ ഈ എഞ്ചിൻ വ്യത്യാസം ഉണ്ട് കേട്ടോടാ. അല്ല, നീ ഒന്ന് അന്വേഷിച്ച് ഏതാ സിലിണ്ടർ എത്രയാന്നുള്ളത് അന്വേഷിച്ചു. അത് 8 or 6 അങ്ങനെ ഉള്ളു. ചോദിക്കേ ഏതാണ് ഗൈസ്. ഇത് ജിപ്സി കേട്ടോ. 2.5-3 ലക്ഷം ആണ് എനിക്ക് ചോദിക്കുന്നത്. അതായത് ഇത് എടുത്ത് വിൽക്കാന്നുള്ള കണ്ടീഷനിൽ ആരും കച്ചവടക്കാരൊന്നും പ്രതീക്ഷിക്കണ്ടേ. ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാന്നുള്ളത് അങ്ങനെ കച്ചവട ലാഭം എന്നുള്ള വണ്ടികളൊന്നും അല്ല.
കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വണ്ടി കിട്ടുന്നുണ്ട്. പത്താംകോട്ടിൽ ഇതിന് പൈസ കൊടുത്തിട്ടാണ്, ഡൽഹിയിൽ ഇത് കുറവാണ്. ഇത് ജമ്മു കാശ്മീരിന് പോകുന്നുണ്ട്, ഹിമാചലിന് പോകുന്നുണ്ട്, പിന്നെ അങ്ങനെ കുറേ സ്ഥലത്തോട്ട് ഇവിടുന്ന് പോകുന്നതാണ് ഈ വണ്ടി. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഇത് എന്തിൻ്റെ ഇട ഹെഡ്? ഇതിൻ്റെ ലൈലാൻഡ്. എൻ്റെ ലിബിനെ ഇങ്ങ് വന്നേ, ഇത് ലൈലാൻഡ് അല്ലല്ലോ, ടെക്ട്രയാണോ? അത് ടെട്രാ കഴിഞ്ഞ ദിവസം അയച്ചോണ്ടിരുന്ന സാധനം. എൻ്റെ അമ്മ, അതിൻ്റെ ഉള്ളിലെ ഇത് നോക്കടാ, നീ ഉള്ളിലെ സാധനം നോക്കിയേ. അങ്ങനെ ഒന്നും കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ, പോകൂലടാ. എൻ്റെ കാശ് പോയി. 1 2 3 4. എൻ്റെ അമ്മ, എൻ്റെ ഇവിടുന്ന് നോക്കിയേ, കൊല സാധനം. ഓ, നീ എവിടെ നിന്നാടാ സർദാർജി? എന്നാ പറഞ്ഞേ? എവിടെ? എല്ലാവരും ഞാൻ ഭ്രാന്താക്കിയിട്ട് വിട്ടെ. വാ, സർദാർജി 5 പൈസ കുറച്ച് തന്നില്ല. ഏതാ സർദാർജി? വലിയ പൈസ വാങ്ങിയിട്ടില്ലല്ലോ ഗ്ലാസിൻ്റെ. എന്നാ പറഞ്ഞേ? ആകെ എത്രയാ മേടിച്ചത്? 220 രൂപ. 240 രൂപ. 240 രൂപ അത്രേ മേടിച്ചുള്ളൂ. നീ എന്നാ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് മറ്റേ പുള്ളിക്കാരനാണ്. ആര്? മറ്റേ സർജാജി. അപ്പോൾ അവർക്ക് ഇതിൻ്റെ വില അറിയാലോ. അപ്പോൾ അവർ ആപ്പിളൂന്ന് വർത്താനം പറഞ്ഞു, അവർക്ക് കുറച്ച് കൊടുത്തു. നമ്മൾ പോകണമായിരുന്നു 400 രൂപ. രാവിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അട്ടി ഇതെല്ലാം ഉൾട്ടയായിരുന്നു, ഫുള്ള് ബഹളമായിരുന്നു നടക്കുന്നത്. ലാസ്റ്റ് തുമ്പി അല്ല, സത്യം പറഞ്ഞാൽ അവൻ 5 പൈസയെല്ലാം കിട്ടുന്നല്ലോ. ഇത് നമ്മളായിട്ടുള്ള ഇടപാടാണ്, പക്ഷേ നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ സത്യം. അപ്പോൾ ഇതിനകത്ത് സത്യം പറയാം, അതായത് ഇവന് സൗകര്യം കൊടുക്കൂല ഞങ്ങൾ. കാരണം ചെറിയ എന്തെങ്കിലും അങ്ങനെ കുണുകുണാന്ന് വിളിച്ചോണ്ടിരിക്കും. ഒന്നത് പനിയും അതൊക്കെ. പക്ഷെ കാര്യങ്ങളെ, അതായത് ഇന്നത്തെ ആരാന്നറിയില്ല, ആരോ ഒരാൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരാന്ന് നമുക്ക് അറിയത്തില്ല, അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാന്നുള്ളത്. അപ്പം ഇത്രയും ഗിയർ ബോക്സ് കയറ്റി ഇറക്കിയിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ഇവനിപ്പം പറയുന്നത് ഇത് ഇട്ട് നോക്കിയാലല്ലേ അറിയാൻ പറ്റുമെന്ന്. എന്തായാലും പുതിയ സാധനം മേടിച്ചു തരില്ല, ഉള്ളത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ക്ലച്ച് എന്തായാലും പുതിയത് മേടിക്കാൻ തീരുമാനമായിട്ടുണ്ട് കേട്ടോ, അല്ലേ? നമ്മൾ കരയേണ്ടടുത്ത് കരയണം, ദേഷ്യപ്പെടണം. അല്ല, കരയുന്ന കൊച്ചിനല്ലേ പാലുള്ളൂ. അല്ല, നമ്മൾ അവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഇത് നമ്മുടെ സർദാർജിയുടെ കട കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത ദിവസം സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, ഒരു ബൈക്കിൽ ഒരു ഓട്ടോയിൽ കൊണ്ടുവന്ന സാധനം മൊത്തമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വന്ന് എസിയാ. പിന്നെ അവിടെ കുറേ കടകളുണ്ട്, പക്ഷേ സർദാർജിയുടെ അടുത്താണ് സാധനങ്ങൾ കൂടുതൽ. സർദാർജിയുടെ അടുത്തു നിന്നാണ് നമുക്ക് സംഭവങ്ങൾ ചെയ്യേണ്ട കേട്ടോ. ഇവിടെ നല്ല ലൈറ്റ് മേടിച്ചേ, മേളത്തില്ല മേടിച്ച, താഴത്തെ കൂടെ എന്താ മേടിക്കാം? नीचे वाला दे दो बोलो दे. नीचे वाला ഉണ്ട്. ഇതേ പാകിസ്ഥാനി എയർഫോൺ ആണ്. पहले ग्लास दिया है ना, ऊपर वाला പാകിസ്ഥാനി नीचे वाला दे दो. ഇവിടെ ഇതിന് 3500. ഇതുപോലത്തെ ഒരു സബും തൽക്കാലത്തേക്ക് ഒരു ചെറിയ 600 രൂപയുടെ സിസ്റ്റം മേടിച്ചോണ്ട് പോകണം. ഭയ്യ എന്തിനാ ചാത്തമുണ്ട് എൻ്റെ അവന് നമ്മളെ സ്റ്റാറിലെ നേർ പകുതി പൈസ. ഇത് എങ്ങനെയാ ഇവർക്ക് മുതലാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? കൈസ് എല്ലാ സാധനത്തിനും വില കുറവാട്ടോ. ഒന്നും മുതലാകുന്നില്ല, എല്ലാവർക്കും കൊടുത്തോളാം അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ കടകളുണ്ട്. എന്തുകൊണ്ട് അവിടെ ആരും പോകുന്നില്ല? അതിന് അവിടെ ഇവിടെ ലൈറ്റ് ഇല്ല. ഇവിടെ എല്ലാ സാധനവും ഒരുമിച്ച് കിട്ടും. ആയിരിക്കും കേട്ടോ, അങ്ങനെ ആയിരിക്കും. ഇവിടെ നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ കട്ടൗട്ട്, സ്റ്റാർ ലൈറ്റ്, പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ മറ്റേ സ്ക്രീൻ കണ്ടോ, LED പിക്സൽ, പിന്നെ ഇത്, പിന്നെ ഒരുപാട് വേണ്ട A to Z എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഇവിടെ പിടിക്കുന്ന വള്ളി, കമ്പി, മാങ്ങ, തേങ്ങ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്, മേടിക്കണം. പിന്നെ ഇതാ സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇതാ ആൻഡ്രോയിഡ് വേണേൽ ആൻഡ്രോയിഡ് ഉണ്ട്, നോർമൽ വേണേൽ നോർമലുണ്ട്. ഇതേ 6500 വാട്സിൻ്റെ ഒരു സാധനം, 3500 എന്നോട് പറഞ്ഞേ. അങ്ങനെ ഒരുപാട്. പിന്നെ എന്താണ് പിന്നെ ആ വീൽ കപ്പ് എന്ത് ചെയ്യും? ഇയാൾ ഇടാന്ന് പറഞ്ഞേ. വീൽ കപ്പ് വണ്ടിക്ക് ഇട്ട ചോവാവൂല ഓടാ സ്റ്റാലിന്. ഞാനൊരു വീൽ കപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ സാധനം ഒന്ന് ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ ടൈപ്പ്, ഇത് രണ്ടിലേതെങ്കിലും ഞാൻ ഇട്ടു. കോളനി ആവും കേട്ടോ, കോളനി ആവും. ഇതൊന്നും കിട്ടുന്നില്ല കേട്ടോ. ആ സാധനം ഭയങ്കര ലുക്കായിരിക്കും. നീ ഒന്ന് ഇട്ടു നോക്കിയോ, എന്നിട്ട് നോക്കിയാൽ മതി, കോളനി ആവും. ഭയങ്കര ലുക്കായിരിക്കും. ഇത് ഈ വണ്ടി വെക്കുന്ന മറ്റേ ഇതാട്ടോ, മറ്റേ കൂളർ, വണ്ടി വെക്കുന്ന കൂളർ. അത് ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇവിടെ ആമ്പ് അങ്ങനെയുള്ള എല്ലാ ഒരുപെട്ട എല്ലാ സാധനം നമ്മൾ തന്നെയാണോ? നമുക്ക് കുറേ ഉണ്ട്. ആർമി വാല കാണിക്കാം. കൊൺസായ അച്ചാ തരൂ. അത് മേടിക്കല്ലടാ. ഇവിടെ ഏരിയയിലുണ്ട്, മരുകൊണ്ടുകൊണ്ട് എല്ലാ സാധനം കൈസ്. അതായത് ഇത് കണ്ട ഈ സാധനം, ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഇതാട്ടാ. മറ്റേ ഏരിയയിൽ അത് മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. നീച്ച വാല. ഒറിജിനൽ ഒന്നും അല്ല, ഇതെല്ലാം സൈഡ് വാല. അതോ जो साइड के नीचे वाले लगते हैं, साइड के नीचे वाले, इसे कहते हैं. अच्छा कितना का है? आपको अच्छे वाले दे दिए अभी. अच्छा ओरिजिनल वाले. ഇതോ ആണോ? എന്ത് നുണയാവും പറയുന്നത്? इसमें ऐसा होगा पीछे से. ഇതിന് പൈസ കൂടുതലായിരിക്കും. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലടാ. ഇത് തന്നെയാണ്. ഇത് ഒരു താഴെ പോകുള്ളൂ. कितना है? ये अच्छी वाली है, हल्के वाली भी है. हल्के वाले दे दो, देखेगा. ये कितना का है? आपका पापा किधर है? वो स्टीयरिंग सिल रहे हैं. ओ अच्छा, गाड़ी का अंदर है. हाँ अच्छा, दे दो देखने के लिए. ये आपका गाड़ी है, മജാ കരേഗാ ना. ഇവിടെ എല്ലാം വണ്ടിപ്പിരാന്ന് വരാം. അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാണല്ലോ സൂത്രം കാണിച്ചു തരാം. രണ്ടും കാണിച്ചേ. അയ്യേ
अच्छा जो सादा वाला है ये 100 रुपए का है, ये 100 रुपया ये 100 का है, ये 260 रुपए का, ये ओरिजिनल वाला दोनों का? अरे एक या एक का, ये एक का 260 है, वो 100 रुपए का है। इसमें ऊपर वाला ओरिजिनल है, ऊपर वाला ओरिजिनल है, वाला नॉर्मली है। ये वाला दोनों इधर बड़ा, वो इधर देखेगा अभी आपको कौन सा चाहिए दोनों में? ये दो जो ये वाले? ആ എന്തായാലും ചാടിപ്പോ തക്കാളി നമുക്ക് നല്ലത് മേടിച്ചിട്ട് നാട്ടിൽ നിന്ന് ഒറിജിനൽ മേടിക്കാം. ആ ഇതല്ല അല്ലേ 100 രൂപ ഇപ്പം എല്ലാം ആയില്ലേ? ഇവൻ ഈ 100 രൂപയുടെ സാധനത്തിന് വേണ്ടി ഇന്നലെ 10-20,000 രൂപ കൊടുക്കണം. ആ ഗ്ലാസ് കാനം പൊട്ടി ഞാൻ കണ്ടത് കാരണം നിർത്തി, ഇല്ലായിരുന്നു ആ വണ്ടി തോടെ वो तो तभी को शामिल। കേരള മലയാളം 100 പക്ഷേ 200 സംതിങ്ങിന് പുള്ളി തന്നു. പുള്ളിയോട് കുറേ സാധനങ്ങൾ ഓർഡർ ഇട്ടു. ഓ 24 ബാലറ്റ് का चार चाहिए ലംബ 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 ലേക്കാ ले लो. और मंडे को ना हाँ मैं 2-3-4 दिन के लिए जाए. हाँ भैया। मंडे का आएगा ना. भैया लंबा है ना, लंबा लेके आओ. लंबा, इससे भी लंबा हाँ इस ये सही में है ना लंबा. एक और आई है, हाँ हाँ मल्टी कलर ग्रीन ब्लू ओ वाला दे दियो मेरे मेरे को. को फोटो डालिए पापा। അച്ഛി കുറച്ച് സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്തു. ഇവിടെ പുള്ളി ഡൽഹി പോകുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും കേന്ദ്രം ഡൽഹി ആട്ടോ. അല്ലടാ ലിവിനെ, പക്ഷെ അവിടെ എന്തുകൊണ്ട് ഈ പൈസക്ക് കൊടുക്കുന്നില്ല? ഇവർക്ക് കിട്ടൂടാ, കച്ചവടക്കാർക്ക് കിട്ടും, നമുക്ക് കിട്ടത്തില്ല കേട്ടോ. 2-3 സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. 600 രൂപ പിന്നെ ഇവിടുത്തെ 600 സാധനം രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ഇവിടെ 300 രൂപ. 600 രൂപയുടെ മൊത്തം ചെളിയാ കേട്ടോ. ഷർട്ടൊക്കെ മൊത്തം ചെളി, ഇനി ചെന്ന് തലക്കണം. അതായത് 600 രൂപയുടെ പിന്നെ ഇത് സ്റ്റാർലൈറ്റ് സാറ്റലൈറ്റ് അല്ല, സിസ്റ്റത്തിന് 600 രൂപ കൊണ്ടുപോകല്ലേ ചേട്ടാ. 600 രൂപയുടെ സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ പൈസയൊന്നും പൊട്ടിക്കൂല കേട്ടോ. ഒരു 10-15,000 രൂപയുടെയൊക്കെ സാധനം, 10-10,000-15,000 രൂപയുടെ സാധനമൊക്കെ കയറ്റുള്ളൂ മൊത്തത്തിൽ, എല്ലാം അടക്കം. അത് കൂടുതൽ കയറ്റില്ല, കാരണം വെച്ചാൽ എല്ലാം മാറ്റുന്ന. അപ്പോൾ എൻ്റെ ഉദ്ദേശം അത് മാറ്റുമ്പോൾ അത് ഓമിനിയിലേക്ക് കയറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതായത് അതിൻ്റെ സ്പീക്കർ സാധനങ്ങൾ ഓമിനിയിൽ എല്ലാ സാധനം പോയി. പിന്നെ 600 രൂപയ്ക്ക് നമ്മുടെ അവിടെ കിട്ടത്തില്ല. നമ്മുടെ ഇവിടെ എത്രയാണ്? 1000 രൂപ, 1200 ഒക്കെയാണ്. 1200 ആ ഒരു പൈസയൊക്കെയാണ് നമ്മുടെ ഇവിടെ. സർദാർജിക്ക് കുറച്ച് നേരം സന്തോഷം കിട്ടി, പുള്ളിക്കൊരു സന്തോഷം. പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം, എടാ നീ വീഡിയോ ഒന്ന് എടുക്കണം, എൻ്റെ അവിടെ ഒന്നും എടുക്കണാവൂ എന്ന്. നമ്മുടെ വണ്ടി ചാലു ആയിട്ടില്ല കേട്ടാ, ചാലു വാങ്ങണം. ഇത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, എന്തായാലും കഴിക്കണ്ടേ? എടാ കഴിക്കാം. എവിടെ പോ എവിടെന്നാലും കഴിക്കാം ഗൈസ്, എവിടെന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ. ആദ്യം ഗിയർ ബോക്സ് ഊരുന്ന അണ്ണൻ്റെ അടുത്ത് പോട്ടെ. അവിടെ പോയിട്ട് ഓരോന്നായിട്ട് മണാ ഗുണ പറഞ്ഞ് കോട്ടറൊക്കെ മേടിച്ചു. ഇന്നലെ ആരുടെ കമൻ്റ് ഉണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാകുന്നത്. നമ്മളൊക്കെ ചെറിയ പൈസ കൊടുക്കുന്നത്, അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് 5,000-10,000 ഒക്കെയാണ് ഒരു സാധനം ഊരാൻ വേണ്ടി കൊടുക്കുന്നത്. പക്ഷെ എന്നാലും ഇവരുടെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യില്ല, വെറുതെ കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ? ഇവരെ പിടിക്കണം, ഇവരെ പിടിച്ചാൽ കളി നടക്കും. ഓ ഭയ്യാ आपका यही പിന്നെ അലുമിനിയം ആണ്, ട്രക്ടറൊക്കെ ആണ്. ആ ഗൈസ്, അവൻ പറഞ്ഞെല്ലാം ഏൽപ്പിച്ചു കേട്ടോ. അവനെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് സാധനം ഉരുത്തരാന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ സാധനം കിട്ടുന്നു, നമ്മളവിടെ കൊണ്ടുപോകുന്നു, കയറ്റുന്നു. പക്ഷെ ഇന്ന് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നയ ഓക്കെ. എന്നാടാ എന്നാടാ പിന്നെ ഇത് പുതിയ ഇടണമെന്ന് ക്ലച്ച് മേടിക്കൂലെന്ന് ചോദിക്കേ. हाँ उठा के देखो खड़का के वो अच्छा नहीं है ना, तो वहाँ से वो अच्छा नहीं. क्लच ऐसे साउंड आएगा, आ रहा है साउंड, ये इधर निकाल दो. നയ ले लिया. ये आपको वहाँ वो खुद ही बताया कहाँ से मिलेगा, आपको लाना पड़ेगा. ആ അവിടുന്ന് മേടിക്കണം. ये नया आपको लाना पड़ेगा. ഇത് പോയോ? आप ये रख लेना इसको, ആ इसके बिल लेदर चढ़ता है ये, ആ എടാ അവൻ മേടിച്ചോ? ആവോ इसको रख लेना, ചോദിക്കണോ? हाँ इसको फेंकना नहीं. हाँ मैं नहीं डालेगा. ये नया डल जाता है. ये क्या बोलेगा? क्लच प्लेट है. हाँ क्लच प्लेट. हाँ एक मिनट में पूछेगा. കോഹ്ലി ഭയ്യ, കോഹ്ലി. അതായത് സാധനങ്ങൾ ഓരോന്നായിട്ട് ഇപ്പം ഉൾട്ട ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് മൾട്ടി ചെയ്ത് അതിൻ്റെ അകത്ത് കയറ്റണം, അതാണ് സംഭവം. അല്ലടാ രവി? ക്ലച്ച് ഫിൽട്ടർ ഈ ക്ലച്ച് കയറ്റാൻ സമ്മതിച്ചാക്കരുത്. ഇനി ഞാൻ ആ മൂലയ്ക്ക് തന്നെ കേട്ടോ, എന്നെ വിളിച്ചാക്കില്ല കേട്ടോ. അതെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റൂല പറഞ്ഞു. ഇതേ കത്തിപ്പോയ ഒരു റിക്കവറി, ഇത് അതിൻ്റെ അകത്തൊരു കത്തിപ്പോയത്, ഇതാ അടുത്ത കത്തിപ്പോയത്. എല്ലാം വെട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം വെട്ടി ഒതുക്കി എല്ലാം സൈസാക്കി ഇവിടുന്ന് കൊണ്ടുപോകാം ഡൽഹിക്ക്. जाएगा वाह आओ आप आए ना नहीं वो आप आओ. गियर निकालने अभी और काम है ना, काटना है उसको. और दारू ലിബിനെ बात नहीं लिया ना, आप शाम को आओगे, मैं उधर में ऑटो में आएगा, वो दुकान में नहीं स्टॉप करेगा. तो पैसा दे देना, मैं इधर से ले लूँगा. ബോക്സ് അത് എടുക്കുന്നു കേട്ടോ. ഇതിനകത്താണോ കൊണ്ടുവന്ന് ലിബി? ഇതിലാ? എനിക്ക് കണ്ടറിയാം. വാ അതാ എടുക്കുന്നു, വേം വാ. ആ ഇതാ എടുക്കുന്നു. ഒരു ചെറിയ തട്ടുകെട്ടി എല്ലാം പോയിട്ടാ. അല്ല അയില इसमें जाएगा? नहीं ट्रैक्टर में जाएगा. ट्रैक्टर में
ഓ ചെറിയ തട്ട അതിന് അടിയാ ജിപ്സി അതോട് തീർന്നു കേട്ടോ. മേലെ ഇവരിനിയെ ഇങ്ങനത്തെ കച്ചവടം ചെയ്യൂല. അതിനാ നമ്മളെ പോലെയുള്ള പ്രാന്തന്മാരത്ത് ഇങ്ങനത്തെ കച്ചവടം ചെയ്യും. നമ്മൾ മുഖത്ത് നോക്കി പറയും. ഇതും കൂടെ കൂടി 4ാമത്തെ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതും കൂടെ കൂടി 4ാമത്തെ. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. ഇറക്കി വെച്ചു. ഇനി അതിവിടെ ലൂസ് ആക്കണം കേട്ടോ. ഇതും കൂടെ കൂടി ट्रैक्टर में ना ट्रैक्टर में आप बड़ा है ये बड़ा है आप बड़ा है छोटा छोटा आपका पापा का कितना बच्चा है 5 और 3 किधर है और इधर उधर लगे हैं जम्मू में है अच्छा ആയിന ഊരുന്നേ അറിയില്ല. അത് സെറ്റാക്കുക. അപ്പം ചെയ്തേ മൊത്തം ഇവർക്ക് ഭയങ്കര പരിചയമല്ല ഇവനെ. അടിച്ചടിച്ചടിച്ചല്ലോ. ആ സാധനം ഉണ്ട് കേട്ടോടാ. എയറിന്റെ സാധനം ഇതാ. ഇതല്ലേ എയറിന്റെ സാധനം ഇതിലുണ്ട്. അതെന്താ ഒരു മാറ്റുന്നേ അറിയത്തില്ല. പൊട്ടിച്ചു കളഞ്ഞത്. അതങ്ങനെ അടിച്ചാൽ പൊട്ടുവോ ഞെട്ട്? ഐഡിയ ഉണ്ട് ഇവനെ. ഇന്ന് ആ സാധനം ഞെട്ട് അടിച്ച് പൊട്ടിക്കുന്നടാ. ഇന്ന് മിക്കാറ് ആ സാധനം മാറ്റേണ്ടി വരും. അതിനാ പൊട്ടിക്കുമല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം ഇതാണ് കാണുന്നത്. ക്ലച്ചിന്റെ ഗിയർ. എന്നാലും എവിനെ എന്താ പൊന്നെവിനെ നീ മാറിയപ്പം ക്ലച്ച് വന്നെന്ന് പറഞ്ഞല്ലോ. ഷെയർ തട്ടിയപ്പോൾ സൗണ്ട് വന്നായിരുന്നു. അന്നപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്നോട് പറഞ്ഞത് ക്ലച്ച് മറ്റേ അതാന്ന് പറഞ്ഞു. ഇനി ഇതിട്ട് കയറണേ നാളെ ആവില്ലടാ. നാളെ വിട്ടുള്ളൂ. ഇന്ന് രാത്രി ടെസ്റ്റ് ഡ്രൈവ് നടക്കൊന്നുമില്ല. ഒന്നും നടക്കും. രാത്രി വണ്ടി എടുക്കണ്ടേ? അത് മാറിക്കും. രാത്രി വണ്ടി എടുക്കണ്ടേ? ഇന്നത്തെ പോലെ തട്ട മുട്ട വന്നു കഴിഞ്ഞാൽ നല്ല രാത്രിയല്ല തട്ടുണ്ടായേ. നല്ല അയാൾ അവിടെ ഇത് പിടിച്ച് സാധനം എടുക്കാൻ മറന്നു പോയി കാണാം അല്ലേ? എന്നാ ഗ്ലാസ് ഗ്ലാസ് എടുക്കാൻ ലീവ് മറന്നു കേട്ടോ. ഈ സാധനം കൊണ്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി. ഗൈസ് നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ ആകാശപരിതയായിട്ടിരിക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുണ്ടല്ലോ ആകെ മൊത്തത്തിൽ അൽക്കുലത്തായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു 5-6 ദിവസം കഴിയും. ക്രെയിനെ പൊക്കി വെച്ചിട്ട് അടിച്ചു പൊട്ടിക്കുക. അതെന്നെ സാധനം. ഇത് വിഞ്ച് അത് നേരത്തെ എല്ലാം പറയണില്ല. ഒരു സാധനം ഇവിടെ കിട്ടില്ല കേട്ടോ. എല്ലാം കണ്ടോ കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ടയറാണ് കേട്ടോ നോക്കണ്ടേ. ടയർ പൊട്ടു. ഓടി വന്നതിൻ്റെ എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഭയ്യ ബോലോ ഭയ്യ ബുലാവോ കൊണ്ടുപോയ ഗിയർ ബോക്സ് ഇല്ലേ സെയിം. അത് പുതിയത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് എയർ ചെയ്യാൻ പറ്റൂല. എയർ പറ്റൂല അല്ലേ? സാധാ ഗിയർ ബോക്സിന് എയർ ഇല്ല. എയർ ചെയ്യാൻ പറ്റൂല. ഇല്ല. ഇപ്പൊ എത്ര ഉണ്ട് കേട്ടോ. ഒരു ഗിയർ ബോക്സ് മാറുന്നതിന് 5000 രൂപ. 4 ഗിയർ ബോക്സ് മാറി 5000 അല്ലല്ലോ ഇവിടെ 6000 അല്ലേ? 5000 ഉള്ളൂ. ഗിയർ ബോക്സ് മറ്റേ സാധാരണ മാറുന്നതല്ലേ ഉള്ളൂ. ഉള്ളത്തെ സാധനം മാറി 10 10 20 20,000 രൂപ ഇപ്പൊ അവിടെ ആയി. വയ്യായിക്ക് നല്ലതാ. നമ്മൾ കാരണം ഓരോ പണി പണിത് ഇനി അവൻ കൊടുക്കൂല കേട്ടോ. അവിടെ നമ്മളൊത്തില്ലേ ഇനി കൊടുക്കൂല. എന്നെ സംബന്ധിച്ചാൽ നമ്മൾ വയ്യായുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലോ. വയ്യല്ലേ നാറ്. ഇവര് നാറുമില്ലോ. അതാണ് സംഭവം. എന്താ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവരായിട്ട് കമ്പനിയാണ്. ഇവര് തമ്മിൽ അവരായിട്ട് ഒത്തിട്ട് നല്ല സാധനങ്ങൾ കയറുന്നുള്ളൂ. അല്ലാതെ മോശം സാധനം ഒന്നും കയറുന്നില്ല. അതൊരു ഗുണമാട്ടോ. സർദാർജിയുടെ അടുത്ത് പോവാ. ഭാര്യ ഹൽക്ക. ഓ അമ്മാരെ ഫ്രണ്ട്. അടിച്ച് കിണ്ടി ആശാൻ ഇപ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. സാധനം കയറ്റിട്ട് കേട്ടോ. കയറി. ഇത് ക്ലച്ച്, ഇത് പ്രഷർ പ്ലേറ്റാ. ഒരു സാധനം കൂടി ഇല്ലേ? ഇത്ര സാധനം ഉണ്ടല്ലോ വലിപ്പം. ഇതാണ്ടോ ഇതിന്റെ പ്രഷർ പ്ലേറ്റ് നല്ലതാ. ഇനി ഗിരിഡ സെറ്റപ്പ് ആവും. ഈ മറ്റേത് പോട്ടെ. അവിടെ ഇനി പണിയെടുത്തിട്ട് പുതിയ തരണം. അത് മാത്രം. മാത്രം. മറ്റേ സാധനമോ ഏതാ? അത് നല്ലതാ. അടിയിലെ പ്ലേറ്റാണ് വിഷയം. അടിയിലെ പ്ലേറ്റ് ആണ്. അത് അവിടെ പുതിയത് വാങ്ങിയിട്ടില്ലേ? അത് ഇട്ടാ പോരെ. പ്ലേറ്റ് പ്ലേറ്റ് മാത്രം. അതിന് സൂട്ടായതാണോ? ഏതാ ആണോ ചെക്ക് ചെയ്യാം. ഇല്ലേ നമുക്ക് വേറെ അവരെയും കൊണ്ട് തന്നെ മേടിപ്പിച്ചിട്ടാ. ഇതാണ് ക്ലച്ച്. എൻ്റെ അമ്മ എന്നെ വെയിറ്റാടാ. ഉണ്ടാരത്തിന് വെയിറ്റ് നോക്കിയേ. ഇതിങ്ങനെ ഇടുമ്പോൾ ഒക്കെ ഇതിൻ്റെ അലോയ്മെന്റ് പോകുന്നേ. ഇടാൻ പാടില്ല. ഫുൾ കരി. കൈ മൊത്തം കരിയായിട്ടോ. ഓ ഇതിട്ടാലോ ഉദർട്ടാലോ. അത് കൊണ്ടേക്കാടല്ലേ പിന്നെ അതിൽ വാണോ ലാസ്റ്റ്. ओ रखो क्या और दे दो. क्या बोलेगा पता नहीं है ना. किधर रखेगा? പോയതാണ്. ഇതിൻ്റെ ഹോളുണ്ട്. ഇതൊന്നുമില്ല. എളുപ്പം പോയ വെച്ചാൽ അത് നമുക്കറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ പോവുക. ഏനാ ठीक है. ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോവാം. അവിടെ ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, ഗിയർ ബോക്സ്
ഇവിടെ വണ്ടി ആയിരുന്നു, ഫ്രണ്ടിൽ കൂടെ വണ്ടി ആയിരുന്നു, ഇവിടെയൊക്കെ കുലുക്കോട്ടെ എന്നാ ട്രാക്ടറല്ലേ പിന്നെ ഡേക്ക് സാധനം കയറിയിട്ടില്ലേ, ഡേക്കിലോട്ടാണ് വെയിറ്റ് വരുക. ഈ റോഡ് കൊള്ളൂല കേട്ടോ, അതാ ഇത്ര കുലുക്കം. ഹൈവേ കയറി കഴിഞ്ഞാൽ സെറ്റപ്പായിട്ട് പോകും. മാറിക്കോ വെള്ളവാ അല്ലേ, സത്യമായിട്ട് പറഞ്ഞ കിങ്കിരി കേട്ടോ, കിങ്കിരി അണ്ണൻ, കിങ്കിരി അണ്ണൻ. നമുക്കിനി ഹൈവേ കയറണം. ഹൈവേ നിന്ന് നേരെ ഈ പറഞ്ഞ പോലെ സർദാജിൽ എടുത്ത് പോകണം. വീണ്ടും പരിപാടി സർദാജി ശരിക്കിന് പണിപാളിയിരിക്കുക അല്ലേ. ഈ സർദാജിക്ക് പുള്ളി കലിയ. സർദാജി ഇനി മേലെ ഇവർക്ക് പണി കൊടുക്കൂല. നമ്മള് സർദാജി ഒറ്റല്ലോ, സാധാരണ എല്ലാം നല്ല 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 പറയുള്ളൂ. അതെ, കൊടുക്കൂല. ഇതിങ്ങനെ ഇട്ടിട്ടാണോ നോക്കുന്നത്? ആണോ? ആ, ഇവർക്ക് ഒരു ഗിയർ ബോക്സ് മാറാൻ എത്ര പൈസ, അങ്ങനെ ഇവര് പണിയാൻ തയ്യാറില്ല. ശരിക്കും 2 ഗിയർ ബോക്സ് ഒക്കെ പൊളിച്ചിട്ട് അതിനകത്ത് നല്ല നല്ല സാധനം ഇങ്ങോട്ട് എടുത്തിടുവാണെങ്കിൽ പ്രശ്നം ഉണ്ടാവൂല. അതെ, ഇതിപ്പോ നേരെ ഉൾട്ടയാ. ഇത് ഉൾട്ടയാ, വെറുതെ കയറ്റും, വെറുതെ ഞാൻ കിട്ടും. സർദാർജി പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഷെയർ കേട്ടോ, 20 രൂപ. ഇഷ്ടം പോലെ ട്രക്കും വണ്ടിയൊക്കെ ഇനി വന്നു കൊടുക്കാൻ ഹൈവേയിലേക്ക് കയറാൻ പോകണം. കുലുങ്ങുന്ന നോക്കിയാൽ തന്നെ കുലുക്കോടാ വണ്ടിക്ക്. നമ്മുടെ ഗ്ലാസ് വെച്ച് നമ്മൾ പോയിട്ട് അത് തുറക്കട്ടെ, അതുകൊണ്ട് ക്ലച്ചും അതിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കട്ടെ. പഴയ ക്ലച്ച് അതിൻ്റെ അത് പോകും, ദൈവത്തിനറിയാം. അതാണ് ടെൻഷൻ. ഒരു 2-3 ദിവസത്തെ പരിപാടി ഉള്ളൂ മെക്കാനിക്കലായിട്ട്. പിന്നെ ബാക്കി ഒരു 2-3 ദിവസം മറ്റ് അല്ലറ ചില്ലറ പരിപാടികൾ. പിന്നെ അതിന് ശേഷം കുറച്ച് AC അങ്ങനെയുള്ള സംഭവത്തിൻ്റെ പരിപാടി. ഇത് പൂട്ടി. സർദാർജിയോട് ഇത് ഓപ്പൺ ചെയ്യാൻ പറയട്ടെ കേട്ടോ, എന്നാലേ നമുക്ക് ആ സാധനം ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ചോദിച്ചോട്ടെ സർദാർജി, ഓപ്പൺ കരേगा? हाँ, लॉक है ये गेट, ओ सामान नया क्लच ओ वाला. പാങ്ങൾ ഊരും കേട്ടോ, വീണ്ടും അതേ ഊരും. എൻ്റെ ക്ലച്ച് വരാൻ പറ, എൻ്റെ ക്ലച്ച് നല്ല വിഷയം ഉണ്ടാകും. മറ്റേ 4 ഇത് പറഞ്ഞില്ല, 4 ഹോള് ഇത് നോർമലായിരിക്കും. എല്ലാം ഒന്ന് തന്നെയാണ്. ക്ലച്ച് അല്ലടാ നീ പറഞ്ഞ മാതിരി, പ്രഷർ പ്ലേറ്റ്. തെറി തുടങ്ങി, നല്ല തെറിയാണ്. भैया उसको प्रेशर प्लेट है ना, प्लेट ये अच्छा है ना, वो निकालो रखो, नया वाला है ना वो अच्छा नहीं എന്നാ തെറിയ. അതായത് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM അല്ല, അതായത് 5ാമത്തെ പ്രാവശ്യം ഗിയർ ബോക്സ് കയറ്റുന്നതിൻ്റെ അമർഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സർദാർജി FM. നല്ല അറിയോ? എന്നാ ഈ ബാഗ് പിടിച്ചേ. എന്നാ അയ്യോ, ആഴ്ച വെള്ളം കുടിക്കട്ടോ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പിന്നെ കളർ വെള്ളം മേടിക്കും പറഞ്ഞോ, അല്ല ഞാൻ പോയിട്ട് പറഞ്ഞോ. വാ, അവിടെ പോയിട്ട് 2 മിനിറ്റ് ഇരിക്കട്ടെ. എൻ്റെ അമ്മോ, ദേ ഈ കാല് നിങ്ങൾ പറഞ്ഞു, എൻ്റെ ഈ കാല് നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 കളറാണ്. ഇതായിരുന്നു എൻ്റെ ഒറിജിനൽ കളറ്. ഇത് ഞാൻ വെയിൽ കൊണ്ട് കറുത്ത് പോയതാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ അമ്മാതിരി വില. ഇന്ന് 42 കേട്ടോ. എൻ്റെ ദൈവമേ, എന്നതാ അല്ലേ ലിവിനെ, ரொம்ப ചൂട്. അവൻ്റെ TV ശരിയായിട്ടോ, അതൊന്ന് പ്രാഗി ഇരുത്തണമല്ലോ. TV ഓടുന്നുണ്ട്, ഇപ്പോൾ ഓടുന്നുണ്ട്. അത് നമുക്ക് ഗൈസ് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. എന്ത് രസമാണെന്നറിയാമോ? യൂറോപ്പിൽ നിന്നൊരു യാത്ര കഴിഞ്ഞ് നേരെ ഇവിടെ വരുന്നു, വണ്ടിയുടെ പുറകെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് അലഞ്ഞ് അതും ശരിയാകാതെ ഇതും ശരിയാകാതെ അതിൻ്റെ എല്ലാത്തിൻ്റെ പുറകെ നടന്ന് ലാസ്റ്റ് ഒന്നും പറയണ്ട, ഗിയർ വീഴാഞ്ഞ് നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞത്. ഗിയർ വീണ് ഇവരുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, അതായത് മറ്റേ ഇത് റേസിങ് അഡ്ജസ്റ്റ് ചെയ്തില്ലേ, അത് ഗിയർ വീഴാനുള്ള തന്ത്രമായിരുന്നു, പക്ഷെ അത് ഏറ്റില്ല. വേറെ കാര്യമുണ്ട്, നീ പറഞ്ഞ ഞാൻ പൂർണ്ണമായിട്ട് അറിയാം. ഈ ചൂടത്ത് തൊട്ടൊന്ന് കുളിക്കണം, കുളിച്ചിട്ട് തൊട്ടൊന്ന് കൊടക്കണം, നല്ല സുഖമായിരിക്കും. ഇതുവരെ ഗിയർ ബോക്സ് കയറ്റി കഴിഞ്ഞില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഞാൻ പൊളിച്ചടിച്ച് കൈ കൊടുക്കും. 1 മണിക്ക് കൊണ്ടുവന്ന് ഒന്നും ചോദിക്കണ്ടേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് വെള്ളം വേണമെന്ന്. 1:30 കയറ്റി, 1:30-2 മണിക്ക് തുടങ്ങി, 3 മണിയായപ്പം തുടങ്ങി, ഇപ്പം 4:30 ഇവർക്ക് പ്രശ്നമില്ല, എനിക്ക് തോന്നുന്നു കയറ്റി ഇവർക്ക് പ്രശ്നമില്ല. 4 ഗിയർ ബോക്സ് കയറ്റി 5000 വെച്ച് ഇപ്പം എത്ര പൈസയായി? 20000 രൂപ. അതാണ് എയർ സിലിണ്ടർ, അതായത് എയർ കണക്ഷൻ കൊടുത്തേക്കുന്നുണ്ട് മേളിയിരിക്കുന്നത്. കണ്ടാ ഇതാണ് സിലിണ്ടർ. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു, നേരത്തെ കണക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ ക്ലച്ച് ഇച്ചിരി മനസ്സിലുള്ളൂ സർക്കാരി, അല്ലാതെ നമ്മൾ എയർ ക്ലച്ച് ആണെന്ന് പറഞ്ഞ് മറ്റേതൊക്കെ പോരായിരുന്നു സാധനം. അതായത് എനിക്ക് എങ്ങനെ മനസ്സിലായത്, നല്ലതാണെന്ന് മനസ്സിലായെന്ന് അറിയാം. ആ വണ്ടി സെറ്റാക്കി, എഞ്ചിൻ എല്ലാം സെറ്റാക്കി, എയർ ക്ലച്ച് എല്ലാം സെറ്റാക്കി അവിടെ വെച്ചേക്കുക. അതായത് എഞ്ചിൻ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാൻ സാധനം നല്ലതെല്ലാം അങ്ങനെ വെക്കുമല്ലോ. അതെ ഇതിൽ കയറ്റി ഏകദേശം ഒന്ന് ഒതുക്കട്ടെ. അപ്പോൾ ഒന്ന് ഒതുക്കി കഴിയുമ്പം
നമുക്ക് വരാം. എയർ ക്ലച്ചായി. നേരത്തെ അവൻ തന്നത് എയർ ക്ലച്ചാണ്, പക്ഷേ എയർ ക്ലച്ച് വണ്ടി പക്ഷേ എയർ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ചവിട്ടി ഇത് എയർ പോയടാ. ഏറ് കയറാതെ എങ്ങനെ ഏറ് ചവിട്ടുമ്പോൾ അറിയാലോ, ഇപ്പം രണ്ടാം ചവിട്ടുമ്പോൾ അറിയാലോ. ചിക്കുന്ന ഏറ് മറ്റേ ക്ലച്ച് ചവിട്ടുമ്പോൾ ഒച്ച കേൾക്കണം, മനസ്സിലായോ? അതെന്തിയാണ് ഇപ്പം ഊരിയത്? അതാ കിടക്കുന്നു. അതെ, ഇപ്പം ഊരിയ സാധനം എന്തി? അത് കൊണ്ടുപോയി കാണും. ഇത് പഴയതാ. ഇപ്പം ഊരിയത് എവിടെ? ഇതെടുക്കാം നമുക്ക്, ഇതെടുക്കാം. ഇനി അടുത്ത വണ്ടി വരാതെ ഇവിടെ വണ്ടി എടുക്കാൻ വരുന്നതിന് മുമ്പ്, കാരണം ഇത് തന്നെയാണ് ഈ കയറാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്ത വണ്ടി വന്നിട്ട് ഇവിടെ വണ്ടി എടുക്കാൻ വരാവുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നമ്മളെപ്പോലെ എല്ലാവരും ഇങ്ങനെ വണം പിടിച്ച് നടക്കുന്നത്. അവരെന്ത് ഓർക്കും, അവർ പിണങ്ങുമോ? ഞാനൊന്നും നോക്കില്ല. നമ്മുടെ കാര്യത്തിന് വേണ്ടി ഞാൻ മാക്സിമം അതിൻ്റെ അറ്റം വരെ പോകും അല്ലേ ഗൈസ്. അതായത് നമ്മളങ്ങനെ നോക്കിയില്ല. അതായത് പക്ഷെ ഞാൻ വിചാരിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ബോക്സ് എല്ലാം പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും വീഴാത്തത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് എല്ലാം ഉൾട്ടയായിപ്പോയി. അതായത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും മിണ്ടായിരിക്കുന്നതല്ലേ. സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഇട്ട് എന്നിട്ട് താളം പറയാം അല്ലേടാ. ഇത് വീഴും. ഇന്നലെ ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വീഴുവനെ, ഇത് ഓക്കെയാ. ഇത് ക്ലച്ച് പുതിയതല്ലേ, എല്ലാം പുതിയതാ. വീഴും. ഇത് പഴയ പ്ലേറ്റാണ്, പുതിയ പ്ലേറ്റാണ്. പുതിയ പ്ലേറ്റ് കയറ്റിയേക്കുന്നത്. ആ മറ്റേൻ്റെ പ്ലേറ്റ് കയറ്റിയ പഴയ ആണോ? ഉറപ്പാ? പൊക്കി നോക്കിയേ, പൊക്കിക്കോടാ. പഴയതാ അല്ലേ? പുത്തൻ പ്ലേറ്റ് കയറ്റി അല്ലേ? പുത്തൻ പ്ലേറ്റ് കയറ്റി. ആ കൊണ്ടുവന്ന സാധനം എല്ലാം പുതിയത്. എന്നെ പുള്ളി അത് ഊരുന്നേ തെറിയ കുറ്റി തെറിയ അത് സെറ്റാക്കി ഇടുന്നു. വണ്ടിയുടെ ഫൈനൽ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ ബാക്കി പരിപാടികൾ ഇവിടെയൊക്കെ എന്തൊക്കെ ഊരി എടുത്തിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാക്കണം. അവിടെ എന്തൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കണം. നാളെ പരിപാടികളും സംഭവങ്ങളും നടന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടിയുടെ ഗിയർ ബോക്സ് ഇത്രയധികം ഇറക്കിയത്. ഇത് തന്നെയാണല്ലോ പിന്നെ ഈ നോബ്. ഏതാ മാറ്റണോ? നാളെ മാറ്റാം. അതല്ല, അതെന്തിൻ്റെയിലേക്ക് പോകുന്ന? അതല്ലടാ, അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? എടാ നോബ് ഉണ്ടോ ചെറിയൊരു? അടുത്ത വണ്ടീനകത്ത് പോയി നോക്കാം. ഇതൊന്നിപ്പോൾ കഴുകിക്കണം കേട്ടോ. എല്ലാം കഴിഞ്ഞൊരു ഓക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി ഒന്ന് കഴുകിച്ച് സെറ്റപ്പ് ആക്കി അതിൻ്റെ എല്ലാം നോക്കിയിട്ട് ലീക്ക് ഉണ്ടോ നോക്കണം. ആദ്യം 2 മിറർ വെച്ചിട്ട് പോവാം. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, അമ്മാതിരി ചൂട്. അവിടെ ചൂടില്ല. പുതിയ സ്ഥലം കഴിഞ്ഞല്ലോ, പരിപാടിയും കഴിഞ്ഞല്ലോ. ഇതുണ്ടോ ഈ സാധനം ബെൻഡായിപ്പോയി. ഇത് നോക്കിയേ, ഇതിൻ്റെ അകത്ത് നോക്കിയേ. ഇതാ ഇതും ഇവിടെ ബെൻഡായിപ്പോയി. എൻ്റെ ചെറിയ പേസ്റ്റിങ് പോയത് ഇവിടെ കാണാം. ബെൻഡാ? അത് ഇതിനോടനുബന്ധപ്പെട്ട് സംഭവിച്ചാൽ അതെല്ലാം റെഡിയാക്കണം കേട്ടോ. അവനെ നമുക്ക് അത്രയുള്ളൂ. ഈ ഗ്ലാസ് വരാൻ മാറ്റണമെന്ന് പറഞ്ഞു. ഇത് റെഡിയാക്കി തന്നിലേക്ക് അത് മാറ്റിക്കോളാൻ പറയാം. സിമ്പിള് അല്ലേ? സ്റ്റിക്കറേലാട്ടോ. ഇത് എടുത്തപ്പം പറ്റിയതാടാ. ഇത് ടോയ് ചെയ്തപ്പോഴേ പറ്റിയതാ. കറഞ്ഞു കേട്ടില്ലേ? അവിടുത്തെ സർദാർ ഒരു വണ്ടി തലക്കം മറിച്ച് കഴിഞ്ഞ ദിവസം വെച്ചെന്ന് പൂസാന്നേ. പിന്നെ എന്നാ പറയണ്ടേ? പിന്നെ 650 രൂപയ്ക്ക് പണിക്കാരെ അങ്ങനത്തെ കിട്ടുകയുള്ളൂ അല്ലേ? നല്ല പണിക്കാർക്ക് നല്ല പൈസ കൊടുക്കണം. ഇവിടെ എന്നാ ചെയ്യുന്ന പുള്ളിക്കാരൻ? ഗിയർ മാറ്റിയിടുക, എല്ലാം ശരിയാക്കിയല്ലേ? ഇപ്പം നമ്മുടെ വണ്ടി ഇപ്പം 5 മണി 6 മണിയാകുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ വണ്ടി എയർ ക്ലച്ചായി. ഇപ്പം പുതിയ ക്ലച്ചായി. അതായത് ലൈലാൻഡിന്റെ ഒറിജിനൽ ക്ലച്ച് വരും മേടിച്ച്. ക്ലച്ച് പ്ലേറ്റ് എന്നാലൊക്കെ ഇത് റെഡി ആവുള്ളൂ. അത് നമ്മളോട് ചോദിക്കോ? ഇല്ല, ഞാൻ പറയാം ശിവത്തിനോട് മേടിച്ചോളാം. ഞാൻ പറയാം, എന്നോട് ചോദിച്ചാൽ ശിവത്തിനോട് മേടിച്ചോളാം പറയും. എന്നാ പറഞ്ഞ? നമ്മളോട് ചോദിച്ചാലേ ശിവത്തിനോട് മേടിച്ചോളാം. ഇത് പുള്ളിയുടെ ഗോഡൗണാ? ഇവിടെ എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്, ഒരുപ്പെട്ട എല്ലാം ഉണ്ട്. നീ ഇത്തല്ലേ ഇരുന്നേ? ഫൈനലി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സർദാർജി അങ്ങനെ വൈകുന്നേരം, അതായത് പുള്ളിക്കാരൻ നമ്മളെ കാണും മാറി മാറി പോവാണല്ലോ. ഭയ്യാ അത് പ്രശ്നമില്ലെന്നാ പറയുന്നത്. വല്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എയറില്ല, എയർ വേണം ഇതിന്. ക്ലച്ചിന് എയർ പിടിക്കുന്നില്ല. എയർ ടാങ്ക് ലീക്കാ. അയച്ചു നേരം പുക ഉണ്ടാവുന്നേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന്. ഇങ്ങനെ പുക വരുന്നത്? ഇങ്ങനെ പുക? കൂടുതലല്ലേ? കൂടുതലാണ് പോവാ. ഓയിൽ കത്തുന്നുണ്ട്. ഓയിൽ ലെവലൊക്കെ നോക്കണം. ഇത് ചിലപ്പോൾ ഓയിൽ മാറുമ്പോൾ ഇച്ചിരി കൂടെ മാറുമായിരിക്കും. പോയി വിട്ടു പോകയല്ലേ? നല്ല പുകയാ? നന്നായിട്ട് എടുക്കുന്നുള്ളൂ. ഇത് കുറവാ. വെള്ളപ്പുകയാ, കറുത്തപുകയല്ല. കറുത്തപുകയാണ് പേടിക്കേണ്ടത്. വെള്ളപ്പുകയല്ല, വെള്ളപ്പുക. ഇത് വെള്ളപ്പുക. ഡീസലിന് വെള്ളപ്പുക അത്ര നല്ലതല്ല.
പിന്നെ സൈലൻസർ ഓട്ടിയാ ഒരു ദിവസം നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് പറഞ്ഞു ഇതിൻ്റെ അടിയിലൊക്കെ കയറാൻ പറ്റിയ ഗീറിടുമ്പോൾ അറിയാം. ടാങ്ക് ഫുള്ളാക്കാൻ വേണ്ടിയാ. ഇത്ര ദിവസത്തിൽ പോകില്ലായിരുന്നല്ലോ. നമ്മുടെ ബസ്സൊക്കെ എത്ര പെട്ടെന്ന് എയർ ഫുള്ളാവും. ഇതെല്ലാം ലീക്കായിരിക്കും അതിൻ്റെയാ. പിന്നെ പഴയ ടെക്നോളജി ചെറുപ്പം വർക്കാവുന്നുണ്ട്. നമ്മുടെ BS3 അല്ലേ, BS2 ഗീറിടുമ്പോൾ അറിയാം കേട്ടോ. എന്തായി നോക്കാം. ടാങ്ക് ഫുള്ളായിട്ടുണ്ടാവൂലടാ. ടാങ്ക് ഫുള്ളാൻ്റെ ടാങ്ക് ഫുള്ളാകാതെ അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെള്ളപ്പൊക എന്തുകൊണ്ടാണ് ഇത് കോൾഡ് സ്റ്റാക്ക് ആട്ടോ, അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. ഇനി അതിൻ്റെ ആണെന്ന് അറിയത്തില്ല. ഇതൊരു 2-3 ദിവസം ഇതല്ലേ പൊങ്ങും താഴ്ന്നു. ഇതുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാട്ടോ. പൊങ്ങും താഴ്ന്നു കണ്ടോ, ആക്സിഡൻറ്റ് കൊടുക്കുന്നതനുസരിച്ച് പൊങ്ങുന്നുണ്ടോ. പിടിക്കില്ലേ? അതിൻ്റെ അല്ല, കുറേ കാര്യങ്ങൾ സെറ്റാക്കാണ്ടോ ഇനി എത്ര ഒരു 5-6 ദിവസത്തെ പണി ഇനിയുണ്ട്. 5 പോരാ, ഇനി ഒരു 10 ദിവസം പൈപ്പുകളൊക്കെ മാറ്റിയിടിക്കണം. പൈപ്പ്, ബേക്കത്തെ ബോഡി എല്ലാം ശരിയാകണ്ടേ. നല്ല ഗ്ലാസ് വെച്ചിട്ട് പോയാൽ മതി കേട്ടോ. നല്ല പരിപാടി പാടും. രണ്ടുപേർക്ക് തിരിക്കാൻ ഭയങ്കര പാടാടാ. അതെ അറിയാട്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നുവരെ 4x4 ഇട്ടിട്ട് ഓടിച്ചിട്ടില്ല കേട്ടോ. ഇല്ല, 4x4 ഇട്ട് ഓടിച്ചു നോക്കുന്നു ഇവിടെ. വെച്ചിട്ടില്ലേ, ഇപ്പോഴാണ് ക്ലച്ച് ആയത്. ആ 2 ചവിട്ടും കൊണ്ട് ക്ലച്ച് പോയി. ക്ലച്ചല്ല, എയർ ഇവിടെ എയർ ചാർജ് ആവുന്നില്ല. എന്തായാലും നോക്കുന്നത് അഴിച്ചഴിച്ച് സെറ്റ് ആക്കണം ക്ലച്ച്. പറ്റി ഇവിടെ കേട്ടോ, ഇവിടെ എന്താ പറ്റിയ, ഇവിടെ എന്താ പറ്റിയ പുള്ളി നോക്കും. അത് പുതുപുത്തം ബാൽട്ടിയുടെ അവസ്ഥകൾ നോക്കിയേ. എത്ര ദിവസമായി കാണും? ഒരു 5-6 ദിവസമായി കാണുള്ളൂ വെച്ചിട്ട്. പുതുപുത്തം പുതുപുത്തം ബാൽട്ടറിയാണ്. ഇവിടുത്തെ ഇതാണ് പൈപ്പുകളെല്ലാം മാറ്റിക്കണം കേട്ടോടാ. അപ്പുറം ചെന്നിട്ട് മാറ്റിക്കാം. എനിക്ക് ഈ ടെർമിനലൊന്നും അത്ര വിശ്വാസമില്ല. ടെർമിനൽ മാറ്റിക്കാന്നാല് പുതിയ ടെർമിനൽ ഇടാൻ പറയാം. കത്താൻ ഈ കട്ട് ഓഫ് സ്വിച്ച് ഒക്കെ വാണക്കേസാട്ടോ. കഴിഞ്ഞ ദിവസം അത് ഇരുന്ന് കത്തിയായിരുന്നു. പിന്നെ ഈ ടയർ കയറ്റുന്ന ഈ സാധനം ശരിയാക്കണം. അത് മാറ്റിയിട്ട് വേറെ ഇടിപ്പിക്കാൻ. ടയർ കയറ്റുന്ന സാധനം ഇതൊക്കെ ഗ്രീസിങ്ങിന് എല്ലാം ഇത് ആർമിയുടെ ചെയ്യുന്ന ഒരു സ്ഥലത്ത്, ആർമി സർവീസിങ് സ്ഥലത്ത് മൊത്തം കൊണ്ട് ഗ്രീസ് ചെയ്യണം. ഇത് പോയി സാധനമൊക്കെ പുതിയ മാറ്റിക്കണം. ആർമിയുടെ നമുക്ക് കിട്ടൂല, നമുക്ക് പുറത്ത് ഒരു ദിവസം കിട്ടും. രാവിലെ വരിക, ഇങ്ങനെ മണിക്കൂറുകളോളം. മറ്റേ സാധനം കേട്ടോ, കൗട്ട. അതായത് പിന്നെ ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ പുറകെ നിന്ന് നിൻ്റെ കംപ്ലൈൻറ്റ് മൊത്തം കണ്ടുപിടിച്ചിട്ട് വേണം മാറ്റാൻ വേണ്ടി പറയുമ്പോൾ ലിസ്റ്റ് അങ്ങ് കൊടുക്കണം എഴുതി വെച്ചിട്ട്. എൻ്റെ മറന്നു ഇഷ്ടംപോലെ സാധനം മാറ്റാറുണ്ട്. अभी 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 टेस्ट ड्राइव नहीं करेगा, अभी पूरा काम खत्म है. रेडिएटर में क्वार्टर डालो. कौन सा डॉक्टर? रम का क्वार्टर एक डालो. रम डालेगा अच्छा आएगा. जाएगा नाचेगा रोड पे. तो ये करेगा सीधी चलेगा सीधा. ഇപ്പം എയർ ആയിട്ട് എത്ര നേരം വരെ എയർ ആകുന്നില്ലായിരുന്നു. ഗിയർ വീഴുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. अभी गियर ठीक है ना? अब क्या करेगा ना വീണ്ടും സൗണ്ട് വന്നല്ലോ. ഇതെന്തിൻ്റെടാ? 2 കൈ കൊണ്ട് ഇടുന്നത്. ഇത് പുതിയ ഗിയർ ബോക്സ് കൊണ്ടുവന്നല്ലേടാ? പുതിയതത് നോക്കണ്ട, നിർത്തി റിവേഴ്സ് ഇടുമ്പം ചിലപ്പോൾ ഈ സൗണ്ട് വരും. ഹെവി വണ്ടി ആയതുകൊണ്ട് റണ്ണിങ്ങിൽ ഒച്ച ഉണ്ടോ എന്ന് നോക്കിയാൽ തുമ്പി സൗണ്ട്. എയർ ടാങ്കിനൊക്കെ എന്താ പ്രശ്നമുണ്ട്? വീണ്ടും സൗണ്ടാണ് പ്രശ്നം കേട്ടോ. സൗണ്ടിന് എന്തോ ഗിയറിടുമ്പോൾ വിഷയമുണ്ട്. എന്നെ നീ റോട്ടിൽ കൂടെ സാധനം വെക്കാതെ ഓടിക്കണ്ട കേട്ടാ. റോട്ടിൽ കൂടെ സാധനം വെക്കാതെ ഓടിക്കണ്ട കേട്ടാ. കഷ്ടകാലം കൊമ്പിന് മേടിയ സാധനങ്ങൾ പിടിപ്പിക്കണം. 4x4 പിടിപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഫ്രണ്ടിലെ വീല് പിടിപ്പിച്ചില്ല, ബേക്ക് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഇത് കറങ്ങിയ 4x4 ആയോ? ഇല്ല, അവിടെ സ്വിച്ച് ഇട്ടിട്ട് ആ ഫ്രണ്ടിലും കൂടെ പിടിക്കണം. സാധാരണ ബേക്ക് വീലായിരിക്കില്ല വലിയ വണ്ടിയെല്ലാം. കാര്യമുണ്ട്, പുറത്തുനിന്ന് 2 ജാക്കി മേടിച്ച് വാടകയ്ക്ക് മേടിച്ചിട്ടുണ്ട്. 2 പൊക്കിട്ട് 4x4 വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. തള്ളിപ്പോടാ ഇതിനങ്ങനെ. 4 എൻഡവർ പോലെ സിംഗിൾ വീൽ കറങ്ങൂല. 4 ടയർ ഒരേ ടൈമല്ലേ? അപ്പോൾ 4 ജാക്കി വെച്ച് പൊക്കിയാൽ നോക്കി അറിയത്തില്ലേ? 4 ജാക്കി പൊക്കിയാൽ എന്നാണ് പുള്ളി ഓഫാക്കിയ സർദാർ വിളിക്കുന്നു.
എന്തോ പ്രശ്നമുണ്ട്. എന്തൊരു പ്രശ്നമുണ്ട് മോനെ. അല്ല ഇങ്ങനെ ഇത് കിടന്ന് കാണിക്കൂല. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ട് തണുപ്പിച്ചിട്ട് വന്നു. ഞാൻ ഇതിൻ്റെ മേളിത്തിട്ട് നോക്കിയേ. ഫ്രിഡ്ജ് കൊണ്ട് വെച്ചോ? ആ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. അങ്ങനെ പറ്റുള്ളൂ. നേരത്തെ എന്നോട് ഞാൻ ചോദിച്ചാൽ വെച്ചോളാൻ പറഞ്ഞു. നിന്നോട് ഞാൻ നേരത്തെ ചോദിച്ചില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നാളെ ഒന്നും മുടിയും താടിയൊക്കെ ഇതാണ് ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നാൽ മതി. 1 മണിക്ക് ശേഷം വന്നാൽ മതി. ഇവിടെ താടിയും മുടിയൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് സെറ്റായിട്ട് വരാൻ കേട്ടോ. കാരണം ഫെയർ ലെവലൊക്കെ വെച്ച് കാരണം വെച്ചാൽ ആ കോലം മാറിപ്പോയി. മര്യാദ മുഖം അപ്പം നോക്കി അല്ലേ ടാൻ അടിച്ചു. ബെഞ്ചെന്ന് പ്രശ്നം ഉണ്ടാക്കലേ സാധനം. എനിക്ക് വണ്ടി വേണ്ട, വണ്ടി ഇവിടെ വെച്ചോളാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ലിബിൻ ചെന്ന് ചോദിച്ചാൽ സാധനം കിട്ടില്ല കേട്ടോ. അല്ല ഈ സാധനം തന്നെ കേട്ടിട്ട് വന്നേ. ഇവൻ പറഞ്ഞു അപ്പം ഭയങ്കര പ്രശ്നം. ഇവൻ തുമ്പിനെ വിളിക്കുന്നു, അവരെ വിളിക്കുന്നു. പൈസ അവിടെ ചെന്ന് അവനോട് എന്നാ പറഞ്ഞ? ഞാൻ പറഞ്ഞു ആ സാധനം അല്ല, നീ എന്നോട് ഞാൻ വേറെ കാര്യമുണ്ട്. അവിടുത്തെ 2 പണിക്കാരെ മുന്നേ വെച്ചിട്ടാണ് ചോദിച്ചത്. ഇത് എന്തെങ്കിലും കാരണത്തിൽ എനിക്ക് മനസ്സിലായി. ഇവരുടെ കാര്യത്തില് പല പല കാര്യം മാറ്റി മാറ്റി പറയും. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പണിക്കാരനെ മുന്നേ വെച്ച് തന്നെ ചോദിച്ചു 2 വട്ടം. അപ്പൊ നമ്മളെ മുമ്പിച്ചല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ 8000 രൂപ എക്സ്ട്രാ തന്നതല്ലേ, അങ്ങനെ ആകാൻ നേരത്തെ എനിക്കിത് വേണ്ട, നിങ്ങളുടെ വണ്ടിയും വേണ്ടെന്ന്. വണ്ടി ഇപ്പം എൻ്റെ പേര് രജിസ്റ്റർ ആയിരിക്കുന്നത്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. OTP എടുക്കുന്നത് ഞങ്ങളുടെ ഫോണിൽ തന്നെയാണ്. ഞങ്ങൾ OTP വരാതെ ഈ വണ്ടി മാറൂല ഗൈസ്. അപ്പം അങ്ങനെ ലാസ്റ്റ് സംഭവം ശരിയാക്കി. വേറെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് അതിൽ മാത്രം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും അത് അവർ പറയും. നമുക്ക് മനസ്സിലായത് ഞാൻ അവനോട് പറഞ്ഞു എയർവാല വരാൻ പറഞ്ഞു. അവർ പറഞ്ഞു അവർ തന്നതും എയർവിൻ്റെയാണ്. പക്ഷെ എൻ്റെ ബേക്കിൽ എയർ വലിക്കുന്ന ഒരു സാധനമില്ല. എയർ ടാങ്ക് ഫില്ലാകുന്നുണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ. നമുക്ക് ഞാൻ ഒരു കേസ് പറയട്ടെ. ഈ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകുക. ഈ പൈപ്പിനൊന്നും അധികം പൈസയില്ല. കൂടി വന്നൊരു പൈപ്പിന് 500 രൂപ 600 രൂപ 300 രൂപയ്ക്ക് കൊടുക്കും. നമുക്ക് അപ്പുറത്തോട് മാറ്റിയിട്ട് ഈ സാധനം കിട്ടുന്ന കടയില്ലേ അതൊന്ന് പൈപ്പ് മേടിച്ചിട്ട് വന്നില്ല. ഈ പൈപ്പ് ഏറ്റവും കൂടുതൽ നോക്കേണ്ട വെള്ളത്തിൻ്റെ. വേറെ എന്ത് പൈപ്പ് മാറിയാലും വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പ് മാറ്റണം. പിന്നെ നോക്കാം. ബാക്കി അപ്പുറത്തുനിന്ന് വന്നാലും കുഴപ്പമില്ല. വെള്ളത്തിന്റെ മാത്രം നോക്കിയാൽ മതി. ബാക്കിയല്ല നമുക്ക് നാട്ടിൽ ചെന്നാലും എന്തെങ്കിലും പൈപ്പ് ഈ നമുക്ക് അവിടെ മാറണോ കുറേ സാധനങ്ങൾ. നമ്മുടെ നാട്ടിലാണ് ഇത് മാറ്റാം. നമ്മുടെ പൈപ്പ് വലുതാക്കി തരുന്ന ഒട്ടിച്ചിരുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊന്നും വിഷയമല്ല. വെള്ളത്തിന്റെ പൈപ്പ് അത് മസ്റ്റാ. അത് നോക്കേണ്ട കാര്യം അത്. അതെ. പിന്നെ അതേപോലെ ഇത് ഓയിൽ പോകുന്ന പൈപ്പില്ലേ, ഓയിൽ പോകുന്ന പിന്നെ ബ്രേക്കിന്റെ ഫ്രണ്ടിലത്തെ ഫ്ലൂയിഡ് പോകുന്നതല്ലേ അതിന്റെ പൈപ്പ്. ഇങ്ങനത്തെ ബ്രേക്കിന്റെ ഇത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഉള്ള സാധനം തന്നെ റിപ്പയർ ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചാൽ വെച്ചാൽ മുറിച്ച് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത പീസുകളുണ്ടല്ലോ. ഇതൊക്കെ ബെൻഡാ. ഇത് എയറിൻ്റെ ആണെന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കല്ലോ. ഇതാ ഇവിടെ ഉണ്ടായിരുന്നില്ല, അറിയ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. മറ്റവനും കൂടി ശരിയാക്കി. ഇതെന്നെ സംഭവം തരാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു വണ്ടി നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇവിടെ വന്ന് നിന്ന് പണിയിക്കണം. എനിക്ക് സമയമില്ലെന്നും പറഞ്ഞ് ചൂടടിക്കും എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ വഴിക്ക് നിന്ന് നിങ്ങൾ ചൂടടിക്കേണ്ടി വരും. ഇതേപോലത്തെ കട്ടൗട്ടർ, ഈ കട്ടൗട്ടർ എന്തായാലും മാറ്റിയാ കേട്ടോ. അതിന് പൈസ ഇല്ലേ 300. അത് ഇതൊക്കെ ഭയങ്കരമായിട്ട് വണ്ടി ഫയർ ആകാനുള്ള സാധ്യതയുള്ളൂ. അതിന് 24 ആണ്. അതായത് 12 വാൾട്ടിലും പവർ കൂളാണ് 24 വാൾട്ടിന്. അതായത് DC to AC കൺവേർഷൻ ബിറ്റ്വീൻ AC പവറിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ കറണ്ട് അടിക്കും. വീട്ടിലത്തെ കറണ്ട് അത് അതിൻ്റെ 2 ഇരട്ടി വരും. അങ്ങനെയല്ല, വീട്ടിലത്തെ കറണ്ടിൽ നിന്ന് കിട്ടുന്ന അടി കൂടുതൽ DC കറണ്ടുകൾ AC മാറ്റി കഴിഞ്ഞാൽ പവർ കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് കൺവേർഷനിൽ. നീ പണിയുണ്ട് കഴിച്ചു. ഞാൻ ദൂരെ പണിയുണ്ട്. സ്റ്റാർട്ട് ഇത് കൂട്ടം 5 ലൈറ്റ് കൊണ്ടായാലോ ഇവിടുന്ന് ഡബിൾ അല്ലേ? നോക്കാം. ഇനിയും ഈ വണ്ടിയുടെ മെക്കാനിക്കൽ പണി മാത്രം ഒരു 1 ലക്ഷം രൂപ കാണണം. പിന്നെ ഫ്രണ്ട് ബോഡി, ക്യാബിൻ, അങ്ങനെയുള്ള വർക്കെല്ലാം കൂടി ഒരു 2.5 ലക്ഷം രൂപ ഇത് കാണണം. ബേക്കിൽ ഇത് പണിയാൻ വേണ്ടി 15 ലക്ഷം രൂപ കാണണം കേട്ടോ. 15 ലക്ഷം രൂപ കുറഞ്ഞത്. 15 മുതൽ 20 ലക്ഷം രൂപ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ ബോഗി കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇത്രയും ഭാഗങ്ങൾ ഇത് ദിയേഗാ पीने के लिए ना? नहीं गाड़ी में डालना। वो वहाँ से टूटी लगी ना। हाँ पाइप वाला है ना? पाइप वाला लेके आएगा। लेके आओ चलो। അന്നെ വണ്ടിക്ക് വെള്ളം കുറയുന്നേ നോക്കാം. വണ്ടിക്ക് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കിറ്റ് കംപ്ലൈൻറ്റാ. വണ്ടിക്ക് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കിറ്റ് കംപ്ലൈൻറ്റാ. അത് ഇവിടുന്ന് പണിയേണ്ടതാണോ തോന്നുന്നത്? വണ്ടിയുടെ ഗ്യാസ് കിറ്റ് അതെന്താ? अभी न्यूट्रल है ना? 3 है, 2 है, 3 है, 4 है. എന്താ പറയുന്ന ആൾക്കാരെ മുഖത്ത് നോക്കി പറയണമെന്ന്. കരയുന്ന കൊച്ചിനെ പാലുള്ളൂ, അത് നീ ശ്രദ്ധിക്കുക. പക്ഷെ ഇത് ഓടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ആരെന്ത് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ എന്തായാലും മുഖത്ത് കയറി 2 കൈ കൊണ്ടിടുന്നേ. റിവേഴ്സ് റിവേഴ്സ് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. चढ़ जाओ उधर से चढ़ जाओ गाड़ी में। ഓടിക്കോ അവിടെ
और ग्लास ग्लास फिट करेगा ग्लास भैया शीशा शीशा ഇപ്പൊ റേസിംഗ് ആക്കി റേസായി ആയില്ലേ വണ്ടിയായി ബേക്കിൽ അവനുണ്ട് അവനെ നോക്കണേ ഗൈസ് വീട്ടിലോട്ട് വണ്ടി കൊണ്ടുവരാൻ പോവാണ് അഭി ഫസ്റ്റ് ആണ് ആ ഗൈസ് കോപ്പറിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത് അഭി തേർഡ് ആണ് ഞാൻ നോക്കി വണ്ടിയൊന്നും ഇല്ല അഭി ഫസ്റ്റ് ഗൈസ് വണ്ടി ഫ്രണ്ടോട്ട് എടുക്കുവാണ് വണ്ടി ചൊവ്വായി കേട്ടാ ക്ലച്ചും മാറ്റി കമ്പനിയുടെ ക്ലച്ചും മാറ്റി എല്ലാം മാറ്റിയപ്പോഴത്തേനും വണ്ടി ചൊവ്വായി ഞാനിവിടെ സ്ഥലം എടുക്കും കേട്ടോ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും കാണത്തില്ല ലൈറ്റ് ഇല്ല വണ്ടിക്ക്, അതാണ് പ്രശ്നം. ലൈറ്റ് ഇല്ല, വണ്ടി കടന്ന് തിരിയും. ഇതൊക്കെ എങ്ങനെയാണ് ഇവര് ഇതിന് പോകുന്നത് മനസ്സിലാകാത്ത ഓരോ പ്രശ്നങ്ങളൊക്കെ ഇറങ്ങുന്ന വണ്ടി. ബേക്ക് വെയിറ്റില്ല, അന്നം പടക്ക ഒരു കാര്യം ശ്രദ്ധിച്ചോ, കുടുങ്ങിപ്പോയി ചരലിൽ കുടുങ്ങിപ്പോയി. വണ്ടി കറങ്ങുവാണല്ലോ. ഏതാ ബേക്ക്? ഫ്രണ്ട് ഇല്ലല്ലോ, ഫ്രണ്ടിന് പിടുത്തമില്ലല്ലോ, ഫ്രണ്ട് ടയർ ഇല്ലല്ലോ. ഇതിന്റെ ഡിഫറൻസ് എല്ലാം ഊരിയിട്ടേ കണ്ടില്ലേ. 4x4 ഇത് ഫുൾ ടൈം 4x4 ഇല്ലല്ലോ. അല്ലല്ല, ഇട്ടാലേ ആവുള്ളൂ. ആ സാധനം പിടിക്കാൻ പറ, എന്നിട്ട് പിടിക്കാം. ലൈറ്റ് ഒക്കെ ഉണ്ട്. എടാ ഇവിടെ കയറിപ്പോടാ. ഇവിടെ കയറിയതല്ലേ പറ്റിയേ. എല്ലാ സാധനം വെച്ച് തെറി. ആ സാധനം എടുത്ത് കൊടുക്ക്. ഏയ് ഇതാ ഈ സാധനം എടുത്ത് കൊടുക്കുന്നു, സാധനം വെക്കുന്നു. ഗൈസ് 100 രൂപയുടെ സാധനമാണ്. അതില്ലേ ഈ വണ്ടി ഓടിക്കാൻ ഒട്ടും പറ്റില്ല. ഡ്രൈവർമാർക്ക് എല്ലാം അറിയാം. ഈ സാധനം ഇല്ല, നമ്മൾ വട്ടക്കോട്ട വെള്ളം ഇതായിപ്പോകും കേട്ടോ. അതും കൂടെ ഊരി കൊടുക്ക. ഊരിയാ ഇറങ്ങണ്ടേ. ഇനി അടുത്ത് ഇതും കൂടെ വെക്കണം കേട്ടോ ഗൈസ്. എല്ലാം ഏകദേശം സെറ്റിൽ ചെയ്ത് താഴോട്ട് പോട്ടെ. ഇത് വെക്കണം. അപ്പുറം ഏകദേശം പുള്ളിക്കാരൻ വെക്കുന്നുണ്ട്. ഭയ്യാജി ആയില്ല, ഇത് ഇല്ല. ആണോ? അയ്യോ, അങ്ങനെ ടൈറ്റാക്കി എടുക്കണം. അത് മേളത്തെ ഇത് താഴത്തെയാ, അത് മേളും ഇത് താഴെയാ. അതിന് വാഷർ ഇല്ലല്ലോ. അതിനകത്ത് വാഷർ ഉണ്ടോ നോക്കിയാ പെട്ടെന്ന് പോയിട്ട്. അതിനകത്ത് ആദ്യം മേടിച്ചതിനകത്ത് അതുകൊണ്ടാ ഫസ്റ്റ് നീച്ചെ ഏറില്ലേ. സൈഡ് നോക്കണേ. സൈഡ് തേക്കോ. നിനക്ക് അവിടെ ക്ലാസ് ആയില്ലേ? നീ സൈഡും കൂടെ അല്ലേ വേണ്ടു. अभी पूरा देखेगा. वो जाता गाड़ी है ना, अभी ऑफिस टाइम है ना. 6:50 ആയിട്ടോ. ഇന്നും കൂടി മൂന്നാമത്തെ തവണയല്ലേ ലിവിനെ ഓടിക്കുന്നത് അല്ലേ? സക്സസാ നോക്കണ്ട, സക്സസാ ഉറപ്പല്ലേ? ഞാൻ വെള്ളത്തിന്റെ എന്നാന്നും കൂടെ നോക്കിയാൽ മതി. വണ്ടി പഴമായില്ലേ. വാന തന്നെ വ്യത്യാസമായില്ലടാ. ഇല്ലേ, അപ്പുറത്തെ സൈഡിൽ വെച്ച് ഓടിച്ചോട്ടാ. दो है ना, दो. अभी एनी टूल एनीथिंग, दूसरा सामान एनी नो है ना. पहले वाला कहीं से और सामान बचे ओड़ी है वो सब बाहर है. अभी दो है ना. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ട് ഒക്കെ ആയി. देखो अभी 3 है. ഈ ഗ്ലാസ് വെച്ച് തന്നാ കേട്ടോ. ഇല്ലേ, അല്ല ഒന്നും കാണൂലായിരുന്നു. ഇന്നലെ എനിക്ക് ഭക്ഷണം ഇന്നലെ വേറെ ആൾക്ക് ഇന്ത്യക്കാരുടെ വേറെ കാല് പിടിക്കേണ്ട അവസ്ഥയായി ഇന്നലെ. 200 രൂപയുടെ കേസിന് വേണ്ടിയാ. ഇപ്പൊ 3 വേണു. 4 4 भैया ये पहले एयर वाला डालेगा, ठीक है. एयर में वो जो क्लच डाले हैं ना, क्लच वो मोटी थी तो नाले चेंज किया है. അതായത് ആ ക്ലച്ച് ഇല്ലടാ, അത് മാറ്റി 4 ഫിംഗർ है ना, 4 ഫിംഗർ 4 ഫിംഗർ है ना. पहले थी ना वो हल्की थी. ആദ്യം തന്ന ചെറിയ പൈസ. KFC चाहिए? नहीं चाहिए, नहीं चाहिए. അപ്പൊ കായിക ഗൈസ്, അതായത് പുള്ളിക്കാരൻ പറഞ്ഞത് വെച്ച് നോക്കാൻ നേരത്തെ ആദ്യത്തെ ചെറിയ പിന്നെ ഇതായിരുന്നു പോലും, അതായത് ക്ലച്ച്. ഇപ്പം ക്ലച്ചൊക്കെ മാറി വലിയ ക്ലച്ചായി. വണ്ടി സക്സസ് ആണ്. പിന്നെ ഫ്രണ്ടത്തെ പറഞ്ഞായിരുന്നു 4 വാല ഇട്ടോ 25,000 രൂപ നീ എനിക്ക് താ, ഞാൻ നിനക്ക് 4 ഇട്ട്, നീ കേട്ടല്ലേ, 4 ഇട്ട് തരാം. നമ്മള് പറഞ്ഞു നമ്മളിത് മറ്റേ കാശ് കൊടുത്താ മേടിച്ചാക്കുന്നത്, നമുക്ക് റണ്ണിങ് കണ്ടീഷനാ പറഞ്ഞേ. പക്ഷെ സൗണ്ട് വരുന്നുണ്ടല്ലോ. 4x4 ഇട്ടിട്ടുണ്ടെങ്കിൽ 4x4 അതില്ല. അത് ഇട്ടിട്ടില്ലടാ. എന്തോ അതേപോലെ സൗണ്ട് വരുന്നുണ്ട്. അതാ സാധനം ഇട്ടിട്ടില്ല അതിന്റെയാ.
ആയിട്ട് ശരിയാവോ? ഇന്നലെ വന്ന സെയിം സൗണ്ട് അല്ലേ? മറ്റേ 4x4 ഫ്രണ്ടിലേക്കുള്ള സാധനം ഇല്ലേ, ആ സാധനം കൊടുത്തിട്ടില്ല. ഏ സൗണ്ട് 4x4 അതായത് ഷാഫ്റ്റ് ഇല്ലാത്തതിന്റെ ആന്ന് പോലും. അത് തന്നെയാ വണ്ടി ഓട്ടോ സെറ്റായി അല്ലേ? ഗിയർ ഇത് നേരത്തെ ചെയ്യേണ്ട കേസാ അല്ലടാ ലിവിനെ, നേരത്തെ ചെയ്യേണ്ട കേസാ. അവൻ തുമ്പിയും കൊണ്ട് എടുക്കണ തൂമ്പയും കൊണ്ട് എടുപ്പിച്ചു, അതാണ് സംഭവിച്ചത് അല്ലേ? അവന് നല്ല പൈസ ഇപ്പം പോയില്ലേ? അവന് നല്ല പൈസ പോയി. നമുക്ക് ഒരു പ്രാവശ്യം ഗിയർ ബോക്സ് അടിക്കുന്നത് അയച്ച് കയറ്റുന്നതിന് 5000 രൂപയാണ്. പിന്നെ സാധനത്തിന്റെ പൈസ വേറെ, എല്ലായിടത്തും അങ്ങനെയാണ് അല്ലേ? ഇവിടെ അങ്ങനെയാണ് എന്താണെന്ന് അറിയത്തില്ല, ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് തീരുമാനിക്കും. പിന്നെ മീറ്റർ ഒന്നും വർക്കില്ല, മീറ്ററൊക്കെ വർക്കിംഗ് ആക്കി മൊത്തം വാഷ് ചെയ്ത് വൃത്തിയാക്കി അതൊക്കെ പൊട്ടിയിരിക്കും, അതൊക്കെ ലെവലാക്കി. വണ്ടി ഇന്ന് എടുക്കണ്ട കേട്ടോ, ഇവിടുന്ന് നാളെ എടുക്കാം കേട്ടോ. ഇത് എവിടെ കൊണ്ട് ഇടും നമ്മള്? ഈ ശിവത്തിന്റെ അടുത്ത് കൊണ്ടിടാൻ പറ്റും, ശിവത്തിന്റെ അടുത്ത് കൊണ്ടിടാൻ പറ്റുള്ളൂ, ഉള്ളിൽ കൊണ്ടുവരണം. ഓ പൈപ്പനാ, ഓ रेडिएटर का वो पाइप चेंज करो, ठीक है हाँ लीक है, और एक पाइप है वो चेंज करो, एयर का है ना, एयर का टैंक का, वो एयर टैंक ठीक है ना, थोड़ा लीक है, वो खत्म करो, गाड़ी का काम खत्म है ना? अभी 5 है, अभी 6 में डालेगा गेको, अभी इतना स्मूथ है ना गाइस. ഇപ്പഴാ മനുഷ്യൻ സമാധാനം വേണം കേട്ടോ. അവിടെ ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഈ ഒന്നാമത് ഇനി മഴയും പഴിയൊന്നും ഇല്ലാത്തോണ്ട് ഇടാൻ ഭയങ്കര പാടായിരുന്നു. ചതിച്ചല്ലോ എന്ന് പറഞ്ഞ് 2 ദിവസം ഭയങ്കര വിഷമായിരുന്നു. രാത്രിയുടെ കൂടെ പോയിട്ട് രാവിലെ പോയിട്ട് പറയണ്ട മൊത്തം അങ്ങ് പറഞ്ഞു, അപ്പൊ അങ്ങ് സെറ്റായി. അപ്പൊ എന്നാ പറഞ്ഞേ? അപ്പോഴും പറഞ്ഞു അത് നല്ലതാണ്, നിങ്ങൾ പണിയുന്ന അരിക്ക് മാറ്റിയിടുന്ന കുഴപ്പമില്ല, പണിയുന്നതിന്റെ പൈസ കൊടുക്കണമെന്ന്. അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഫ്രണ്ടിൽ കുടുങ്ങിക്കോ, ദേക്കോ ദേക്കോ ഗാഡി ഖരാബ്. ഞാനൊന്നും മിണ്ടിയില്ല അവനെ. ഞാൻ തുമ്പിനെ വിളിച്ച് കാര്യം പറഞ്ഞു, തുമ്പി അവിടെ നിന്നുള്ള കാര്യം അതേപോലെ പറഞ്ഞു, സാധനം മാറ്റി കിട്ടിയണ്ടില്ലേ. തുമ്പിക്ക് ഈ വണ്ടി കച്ചവടം ആയാലും 5 പൈസ ഇല്ല കേട്ടോ, കമ്മീഷൻ ഒന്നും ഇല്ല, നമ്മൾ ഡയറക്റ്റ് ചെയ്താണ്. തുമ്പിയാണ് പിന്നെ സംസാരിക്കുന്നേ ഉള്ളൂ, അല്ല തുമ്പിൻ്റെ അകത്തൊരു ഇതുമില്ല, പാവം എല്ലാവരും അല്ലേ ലിവിനെ. എന്നാ പറയാനാന്നറിയോ, നമ്മൾ കഴിഞ്ഞ 15 ദിവസം എടുത്ത് ആകാറായി, 14-13 ദിവസം എടുത്ത് ആകാറായി. വണ്ടി സക്സസ് ആയി. ക്ലച്ചിന്റെ ആയിരുന്നു പ്രശ്നം, ക്ലച്ചിന്റെ. ഇപ്പൊ ഫസ്റ്റില് വണ്ടി മറ്റേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ നമ്മുടെ ട്രാവലറും ബസ്സൊക്കെ എടുക്കാൻ ഫസ്റ്റില് വണ്ടി മൂവ് ആവൂലേ, അതേപോലെ മൂവ് ആവും. അവിടെ ചെറിയ ടൗൺ ഉണ്ട്, അതിന്റെ സംഭവം കേട്ടോ, ബ്ലോക്ക്. നല്ല എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. സംഭവം നമ്മൾ വിചാരിച്ച പോലെ ഇനിയിപ്പോൾ ചെറിയ പണിയേ ഉള്ളൂ, ചെറുതൊന്നും. സൗണ്ട് വന്നുണ്ടോ? ഈ സൗണ്ട് അല്ലേ നീ പറഞ്ഞ ബ്രേക്ക് ചവിട്ടാൻ നേരത്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ? ഇതിന്റെ എല്ലാം ടാങ്ക് ലീക്കാടാ, ചെറിയ രീതിയല്ലേ, ടാങ്ക് ചെറിയ ലീക്ക്, അതാണ് മെയിൻ പ്രശ്നം. अभी 3 नहीं है ना? 3 है अभी फर्स्ट है ना? ठीक करते अभी फर्स्ट है, पहले में डालेगा 3 में ना. ഗീറിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട്. പണ്ടാരം വേറെ പ്രശ്നമുണ്ട്, പണ്ട് ബസ് എടുത്തപ്പോൾ ഇതേപോലെ ഒരു പ്രശ്നം പറ്റിയത്. അതായത് അതിന് ഇവിടെ റിവേഴ്സ്, ഞാൻ ഫസ്റ്റ് ആണ് എടുക്കുന്ന എല്ലാം റിവേഴ്സ്. പണ്ടാരം എന്നിട്ട് ബ്ലോക്കിൽ നിന്ന് ഒറ്റ ചവിട്ടി കിട്ടും, ബാക്കോട്ട് പോകായിരിക്കും അല്ലേടാ. ഇതിപ്പോ ഏതായിട്ടാക്കുന്നത് ഫസ്റ്റ് ഗിയറിനോ മാറ്റാവേ, ഇങ്ങനെ ഡൗട്ട് അടിച്ച് വീണ്ട ചെറിയ ഇതല്ല, അത് മാറ്റണം. ഗിയറിനോ ഈ മൊത്തത്തിലുള്ള കുറ്റി മാറ്റണം, മൊത്തത്തിലുള്ള മുന്നിൽ തന്നെ കിട്ടുമല്ലോ. അതിന് ഇവിടെ എവിടെയോ എന്തോ മാറ്റുന്ന സംഭവമുണ്ട്. പിന്നെ ഈ സാധനമൊക്കെ മാറ്റി ഒന്ന് ഇത് മൊത്തം ഒന്ന് അപ്പോൾസറി ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടി കേട്ടോ. അരുവി ഈ പാട് കിട്ടുമെങ്കിൽ ആ പാടെല്ലാം വെക്കണം, ഇതിലെ കിട്ടുമെങ്കിൽ അവിടുന്ന് ആ ജയിക്കോ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിക്കണം, മനസ്സിലായോ? ഇവിടുന്ന് കിട്ടുന്ന പാട് മേടിക്കാം, അത് വണ്ടി ഇരുന്നോട്ടെ ഒരു ഇതായിട്ട്, എന്നിട്ട് നമുക്ക് പുതിയത് വേറെ മേടിച്ചും വെക്കാം. അല്ല നാട്ടിൽ ചെല്ലുന്ന ഇത് മൊത്തം എന്തെങ്കിലും ഊരന്റെ എന്തെങ്കിലും വന്ന് അലമ്പായി പോകും. അതേപോലെ തന്നെ മറ്റേ ഇത് ചെയ്യണം കേട്ടോ, AC ഇതിലെ നമ്മളെ തീരുമാനമാവും. AC भाई आपको पता है क्या है उसका आपका एक बच्चा है ना, वो टाइम नहीं करेगा, मैं नहीं करेगा, आप क्या यार एंटरटेनमेंट काला पेड़वा. भैया 1 मिनट मैं बोलेगा, आपको पता है एक AC का आदमी है, एक गाड़ी का AC बनाएगा. हाँ AC इलेक्ट्रिशियन को पता है, वो वाला. हाँ उसको पूछना. अच्छा वो करेगा ना इलेक्ट्रिशियन का काम, AC का आदमी है, पता है वो आदमी का, वो बताएगा. ഈ സൗണ്ട് പ്രശ്നമില്ലെന്നല്ല നീ പറയുന്നത്? അത് 4x4 ഇട്ടിട്ടില്ലടാ, ഇന്നലെ ഇതേപോലെ ഇട്ട് കഴിഞ്ഞപ്പോൾ മാറിയായിരുന്നു. ആണോ? ഇപ്പം ബേക്ക് വീല് പിടിച്ചാ ഓടുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സൈഡ് തരൂല കേട്ടോ, അത് ഇവിടുത്തെ പ്രത്യേകത, ആരും മാറൂല.
നേരത്തെ ഒന്ന് കല്യാണം കഴിച്ചവരെ റോട്ടി വരെ കെട്ടിപ്പിടിച്ച് പോകും നല്ല അവിടെ മാറൂല. ലിവിനെ, ആ ഇങ്ങനെ സൗണ്ട് നേരത്തെ ഇല്ലായിരുന്നു കേട്ടാ. ഇല്ലായിരുന്നു. എയറിന്റെ ഇപ്പൊ എയർ ചവിട്ടുമ്പം അല്ല ക്ലച്ച് ചവിട്ടുമ്പോ എയർ തള്ളുന്നുണ്ട്. ഇല്ല ചിക്ക് ചിക്ക് പറഞ്ഞ് തള്ളും. തള്ളുന്നുണ്ട്. അതിപ്പോ ഇല്ലായിരുന്നു. ഈ മിറർ വെറു ഊമ്പലാട്ടോ, ഇത് റോട്ടിൽ ചാടിപ്പോവും. ഏതാ ഈ മിറർ റോട്ടിൽ ചാടിപ്പോവും. ഏതാ ഈ മിറർ ആ 100% ഉറപ്പാ. അത് അവരുടെ അടുത്ത് മാറ്റി മേടിക്കണൂടാ. ആ മിററല്ലേ മറ്റേ താഴത്തെ താഴാവൂല. പിന്നെ കേട്ടോ. മിറർ 2 സെറ്റ് 200 രൂപയല്ലേ ഉള്ളൂ. 2 സെറ്റ് മിറർ വാങ്ങി വണ്ടീനകത്ത് വെച്ചാക്കുവാ. അതാ പോയി കഴിഞ്ഞാലേ വെക്കാൻ വേണ്ടി. ഇപ്പം വലിയ ഓടിക്കാൻ വലിയ നോക്കി ഒരു കാലൻ എവിടെയാ വണ്ടി വെച്ചാക്കുന്നതെന്ന് എന്താ പറയാ. ഇന്നലെ ഞാൻ നോക്കുന്നത് ഇവിടുന്ന് ആൾക്കാർ റോങ് കയറി വന്നു. ഇവിടെ വെള്ളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചാൽ എന്നെ ഇങ്ങനെ വരുന്നതെന്ന്. ഇവിടെ വെള്ളമാണ്, അതുകൊണ്ട് ഞങ്ങള് ഹൈവേയുടെ അതിലെ കയറി വരുവാന്ന്. എന്നാ മണ്ടത്തരല്ലേ കാണിക്കല്ലേ. എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് പോലും കിട്ടൂല. ഇപ്പം ഏകദേശം സംഭവം മസ്തായി അല്ല ലിബിയ? മസ്ത് ഓക്കെ ആയി. സർദാജിയുടെ ഇപ്പോഴായിരിക്കും മറ്റേ अभी मस्त है एक बढ़िया है देखो अभी गाड़ी बंद नहीं है, पहले तो 2-3 टाइम इधर आएगा गाड़ी बंद है. देखो अभी गाड़ी बंद नहीं है, कुछ नहीं है भैया. स्टार्टिंग के लिए प्रॉब्लम है ना थोड़ा, റേസിംഗ് ഒക്കെ കൂട്ടി മനസ്സിലായില്ലേ ലിവിനെ? സ്റ്റാർട്ടിങ് പ്രശ്നമാ. സ്റ്റാർട്ടിങ് പ്രശ്നമാ. സ്റ്റാർട്ടിങ് 2-3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ കാല് കൊടുത്താലും കിട്ടൂല. അന്നിപ്പോ മറ്റേ ഇത് പോയി സ്റ്റാർട്ടിങ് മറ്റേ സാധനം മോട്ടർ അത് നോക്കണേ, അല്ല അത് ക്ലീൻ ചെയ്യിപ്പിച്ച് ഇടിപ്പിക്കാം. അപ്പുറത്തെ സൈഡ് ട്രെയിന്, ഇപ്പുറത്തെ സൈഡ് നമ്മുടെ വണ്ടി ഗുഡ്സ് വണ്ടി കേട്ടോ. ഗുഡ്സ് ഇറക്കം കൊണ്ട് പോകുന്ന ഇറക്കം കൊണ്ട് പോകുന്ന. ഗൈസ് അഭി കിतना है? 4 है. हाँ 4 अभी 5 है. നോക്കടാ ഗിയർ ഇടുന്നത് 5 है. 5-ന് മേലെ കയറില്ല കേട്ടോ. അഭി കിतना है? 4 കയറ്റം കയറാം. ഫൈനലി നമ്മൾ അപ്പുറത്തെ ലൈനിൽ ഓടിച്ച് ഇപ്പോൾ ഇപ്പുറത്തെ ലൈനിൽ ഓടിക്കുന്നു. അതായത് ഒന്ന് റിവേഴ്സ് വീണു, ഫസ്റ്റ് വീണു, സെക്കൻഡ് വീണു, തേർഡ് വീണു, ഫോർത്ത് വീണു, ഫിഫ്ത്ത് വീണു, അങ്ങനെ ഒരുപെട്ട ഗിയറുകളെല്ലാം വേണം. ഇപ്പം ഞാൻ 5ാമത്തെ ഗിയറിലാണ് ഓടിക്കുന്നത്. ഓക്കെ കേട്ടോ, സംഭവമല്ലോ. ഓക്കെ, ഇനി ടയർ മാറി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ മാറും. അതെ, 2 ടയറും വേറെ വേറെ ഈ വണ്ടിയുടെ. ഗൈസ് അതായത് ടയർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ മാറും. അതായത് ഓരോ ടയറും ഓരോന്നാണ്, അപ്പോൾ അതിൻ്റെതായ വിഷയങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ എത്തിയല്ലേടാ? അത് വളഞ്ഞാ വരുന്നേ. അത് നമ്മൾ വളഞ്ഞു പോയാൽ നേരെ വരുന്നേ. അത് വളഞ്ഞ് പത്താങ്കോട്ട് ടൗൺ വഴി ബസ് സ്റ്റാൻഡിന്റെ അതിൽ അങ്ങനെ പോകുമല്ലോ. റോങ് വരുന്ന വഴിക്ക് അതാ റോങ്. ഫാമിലി മൊത്തം കുഞ്ഞു भैया गाड़ी है उधर देखो. अब किधर जाएगा? किधर जाएगा अब? क्या करेगा? പൊന്നെ സ്റ്റേറ്റ് ആയിട്ട് വണ്ടി വണ്ടിയല്ലേ, വലിയ ലോറിയും കൂടെ ആണ്. എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റും. സത്യം പറയാ ലൈസൻസ് കട്ടാക്കി നോക്ക അവിടെ 4 വരെയുണ്ട്. ആ കൊച്ചു കഴിവർ എന്നാലും ഇതിലേ വരത്തുള്ളൂ. സാധാരണ നമ്മൾ റോങ് പോവാണെങ്കിൽ അപ്പുറം കൂട്ടിയേ പോവുള്ളൂ. അതാണ് ഞാൻ ഇന്നലെ അങ്ങോട്ട് പോകുന്ന നേരത്ത് സാധാരണ റോങ് കയറി നമ്മളൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ചാൻസ് കയറാണ് അപ്പുറത്തൂടെ പോവുള്ളൂ. അതെ, ഇത് നേരെ ഹൈവേന്റെ നടുക്കൂടെ. ഈ സെയിം സാധനം നമ്മൾ കണ്ടിരിക്കുന്നത് ബീഹാറില്. എന്റെ പൊന്നു മക്കളെ, ഇവിടെ എന്നാ പറ്റിയ? ഇത് ഫാമിലിയാ ലോക്കൽസ് വർത്താനം പറഞ്ഞിരിക്കുന്ന. എന്റെ പൊന്നെ, പോലെയുള്ള മണ്ടന്മാരൊക്കെ എന്തെങ്കിലും കാര്യം ഒപ്പിച്ചാണ് ഈ നിയമം മൊത്തം കേന്ദ്രം മാറ്റുന്നത്. അല്ലേ, ഇതുവരെ ഇംപ്ലിമെന്റ് ആകുന്ന മൊത്തം കേരളത്തില്. ഇവിടെ ഒന്നും ഇതൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാം ഒപ്പിച്ചു നോക്കുന്നത് ഈ നല്ല മക്കളെ ഫുൾ ഒപ്പിച്ചു നോക്കുന്നമാരാണ് മൊത്തം പ്രശ്നം ഒപ്പിച്ചു നോക്കുന്നത്. എന്റെ കേന്ദ്രം ഓരോ നിയമം ഇറക്കും. അത് ആ നിയമം മൊത്തം വന്ന് തല വീഴുന്ന പാവപ്പെട്ട് നമ്മുടെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലാട്ടോ അവിടെ ഇതെല്ലാം നടപ്പാവും. ഏറ്റവും കൂടുതൽ ഇവിടെ ഇതൊന്നും നടപ്പാവില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഏറ്റവും കൂടുതൽ എല്ലാ കാര്യം നോക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്. അതെ, അവിടെ ഈ നിയമം പാസ്സാവും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ചങ്ങല. ഈ ഡൽഹിയില് പണ്ട് എന്തോ ഒരു സംഭവം നടന്നിട്ടാണ് ഫുള്ള് കൂളന്റ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അതെ, അതേപോലെ തന്നെ എല്ലാ യുവന്മാരും ഒപ്പിക്കുന്ന പരിപാടി. എന്നിട്ട് എല്ലാ ഏറ്റുവെക്കുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ. സൗത്ത് ഇന്ത്യയിലാണ് ലാസ്റ്റ് ഇതെല്ലാം വന്ന് എത്തുന്നത് കേട്ടോ. സത്യമായ കാര്യമാണ് നീ പറഞ്ഞത്. സത്യമാണ് ഒരു വ്യത്യാസമില്ല. ഇവരെല്ലാം കൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ വണ്ടി ആ സൈഡ് കൂട്ടില്ല, നോക്കിപ്പോണേ. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാട്ടോ. പിന്നെ ഇതിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ ദൈവമേ. ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങൾ ചക്രശ്വാസം വലിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പം രക്ഷപ്പെട്ടു. ഇപ്പം ഒന്നും പേടിക്കാനില്ല. ക്ലച്ച് ചെയ്ത് കാലെടുത്ത വണ്ടി നീങ്ങും. ഇതുണ്ട് ഇപ്പോൾ ഫസ്റ്റിലാണ് കിടക്കുന്ന വണ്ടി കണ്ടാ. ഇപ്പോൾ സെക്കൻഡ് വീണ്